ഇതെന്തിനാ അറിയാം നമ്മൾ ഈ പറയണത്? നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇതൊന്നും യഥാർത്ഥ ഇത് കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ എത്തുമ്പോൾ ഉണ്ടാവും. പക്ഷെ ഏതൊരു അമലും നമ്മുടെ ജീവിതത്തിൽ നാളെ ഒരിക്കലും ഇനി ശരിയാക്കി ചെയ്യാൻ അവസരം ഉണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് സ്വന്തമായൊരു ധാരണയെ നമ്മൾ എത്തണം. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞു പോകുന്നൊരു എളുപ്പമുണ്ടാവും. എന്താണ് എങ്ങനെയെന്ന് ഉസ്താദ് പറഞ്ഞ രൂപം ഇങ്ങനെ. അവിടുന്ന് ഞാൻ ആദ്യമായി പറയുമ്പോൾ എന്താ അറിയോ, ഫുള്ള് തിരക്കവിടെ. നിങ്ങൾ യൂട്യൂബിൽ നോക്കണേ വീഡിയോ, എല്ലാ യൂട്യൂബും നമ്മളിന്നും എല്ലാതും അവിടുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരാശരി പറച്ചതേ പറ്റുള്ളൂ. വ്യക്തമായി നിങ്ങൾക്ക് ഉസ്താദ് മനസ്സിലായില്ല എന്ന ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ ഇപ്പം നിങ്ങളോടുള്ള സ്നേഹം കൂടെ അവിടെ എത്തി പറയാൻ നോക്കും, പോലീസ് നമ്മൾ ആട്ടിണ്ടാവും. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടിക്കലായി മനസ്സിലാക്കാം. കാരണം എന്താ പറയുക, 7 ചുറ്റാണല്ലോ ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ, ഒരു ഉംറ തവാഫ്. ഈ 7 1 ബാത്തിലായി സങ്കല്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നിരപരാധി, നമ്മൾ അശ്രദ്ധ കൊണ്ടാണ് ബാത്തിലാവണത്. എന്നിട്ട് നമ്മൾ നേരെ സഈക്കാ പോണത്. യഥാർത്ഥത്തിൽ നമ്മൾ തവാഫ് പൂർത്തിയായില്ല, സഈക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ പോയി മുടിയാണ് മുറിച്ച്. നിങ്ങൾ ആലോചിക്കുക, അത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ പറയുക, അതാണ് നേരത്തെ പറഞ്ഞത്, അമൂല്യമായ അവസരം തന്നിട്ട് അത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ കഴിയാത്ത ഹതഭാഗ്യനാവാൻ പാടില്ല എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു വാശി വേണം. ഞാനൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യൂ, എൻ്റെ അമല് കബൂലാക്കണം. ഇനിയൊരു അവസരം ഉണ്ടായിക്കോളുന്നില്ല എനിക്ക്. അതുകൊണ്ട് എന്താ കബൂലാക്കണം, ഒരു വാശി നമുക്ക് വേണം. റെഡിയല്ലേ എല്ലാവരും? ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് പറയൂ. ഹബീബി എവിടെ ഉള്ളത്? ഹറമിൽ മത്താഫില് തവാഫില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തവാഫില് വുളു നിർബന്ധമാണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, തവാഫ് ചെയ്യുമ്പോൾ വുളു നിർബന്ധമാണ്. അപ്പോൾ വുളു ഇല്ല എങ്കിൽ ആ തവാഫ് ബാത്തിലാണ്. അപ്പോൾ ഒരാളുടെ തവാഫ് 2 കഴിഞ്ഞു, അങ്ങനെ 3ാമത്തെ തവാഫിന് വുളു മുറിഞ്ഞു. മനുഷ്യന്റെ അവസ്ഥ അല്ലേ, ഒരു വുളു മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കീഴ്വായു പോയി വുളു മുറിഞ്ഞു. അപ്പൊ അങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ എന്താ, ആ തവാഫ് പൂർത്തിയാക്കല്ല, പോവാ വുളു എടുക്കാം, ശേഷം തിരിച്ചു വരാം. 3 മുതലുള്ള 2 പൂർത്തിയായില്ലേ, 2 കഴിഞ്ഞു. അങ്ങനെ 3ാമത് വീണ്ടും ഹജ്ജുൽ അസ്വദ് തുടങ്ങാം. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒരാളെ തുടങ്ങി ഹജ്ജുൽ അസ്വദ് തുടങ്ങി, അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ തുടങ്ങി, ഇവിടെ എത്തിയപ്പോൾ അവരെ വുളു മുറിഞ്ഞത്. അപ്പൊ വേണമേ അവർക്ക് എന്താ കഴിഞ്ഞ് വുളു എടുത്തെന്നാ ഇവിടുന്ന് തുടങ്ങാം, അതായത് ജോയിന്റ് ആക്കിയാൽ മതി കേട്ടാ. അങ്ങനെ എന്താ ചെയ്യാ, 7 ചുറ്റുപാട് തവാഫ് പറഞ്ഞത്. അപ്പൊ തവാഫിന് വുളു നിർബന്ധമാണ്. അപ്പൊ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേർന്ന എന്തായാലും വുളു മുറിയും, ശരിയല്ലേ? എന്നാ മക്കത്താണെങ്കിലോ അതില്ലാതെ നടക്കില്ല. അവിടെ പോയവർക്ക് അറിയാം, ഫുള്ള് ജാമായിരിക്കും അവസ്ഥ. ജാമ മീൻസ് ഇപ്പൊ കുറച്ച് തിരക്കുറവുണ്ട്, എങ്കിലും തട്ടും, എന്തായാലും തട്ടും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ. കാരണം ഒസ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നമുക്ക് നടക്കൂല. തട്ടി കൂട്ടി ആകെ കൂടി എന്തൊക്കെയാവും. അതിന് പകരം നമ്മൾ ചെയ്യാറുള്ളതാണ് ഷാഫിഈ മദ്ഹബ്. ചിലർ പറയും ഹനഫി മദ്ഹബിലാണ് ഒറ്റയ്ക്ക് വലിച്ചത്, ഹനഫി മദ്ഹബിൽ പകരം അമൽ ചെയ്താൽ മതി. അങ്ങനെ പോരാ. അങ്ങനെ ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്റെ വുളൂലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ പോയി ഹനഫി മദ്ഹബ് തവാഫ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ആ വുളു ഷാഫിയും തവാഫ് ഹനഫിയാവും വൈരുദ്ധ്യം വരാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബിൽ എന്ന 2ാമതൊരു ഖൗലുണ്ട്, എന്ത്, തൊടപ്പെട്ടവന്റെ വുളു മുറിയുകയില്ല എന്ന ഖൗലുണ്ട്. ആ ഖൗല് പ്രകാരം നമ്മൾ അമൽ ചെയ്യുന്നു എന്ന നിയ്യത്തിലാണ് നമ്മൾ അവിടുന്ന് അമൽ ചെയ്യുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരാളെ പോയി പിടിച്ചാൽ വുളു മുറിയും. അതേ സമയത്ത് നമ്മൾ പോകുമ്പോൾ തട്ടി പോകണ്ടല്ലോ, അതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. അതേ സമയത്ത് ഒരാൾക്ക് മൂത്രമൊഴിക്കാണ്ടായി, ഹലാല് പോകണ്ടായി, അതൊന്നും നോ കോംപ്രമൈസ്. അല്ലെങ്കിൽ കീഴ്വായു പോയി, അതൊന്നും നോ കോംപ്രമൈസ് ആണ്. അതേ സമയത്ത് ഒരാള് തന്റെ സഹധർമ്മിണി കൂടെ ഉണ്ട്, അപ്പൊ കൂടെ ഉണ്ട്, എന്റെ പ്രിയതമയും കൂട്ടി നടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഷോക്സിന്റെ പുറത്താണ് പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? തൊലികൾ തമ്മിൽ ചേർന്ന് ആ പിടിക്കായില്ല. അപ്പൊ എന്തായാലും വുളു മുറിയും. അപ്പൊ വുളു നിർബന്ധമാണ്. ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവാം. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാര് എന്താണ് ഔറത്ത് മറക്കണം. എന്താണെന്നാല് പുരുഷന്മാർ നടക്കുന്ന സമയത്ത് ഈ തുണികൾ ഇട്ട് പരിചയക്കുറവുള്ളവർക്ക് എന്ത് ചെയ്യും, ഇവിടെ മുട്ടി തൊടയുടെ ഭാഗം കാണും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നടക്കുമ്പോഴൊക്കെ നമ്മളെ തൊടയുടെ ഭാഗം കാണാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ സുജൂദിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ 2 ഇതല്ലേ ഉള്ളൂ, നമ്മൾ ഈ ബാക്ക് ഭാഗം കണ്ടുകഴിഞ്ഞാലൊക്കെ എന്താവും, വുളു മുറിയും. അതുകൊണ്ട് വുളു മുറിയല്ല, നമ്മൾ തവാഫിന് സിഹത്തിന് ബാധിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം. ഇനി പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു സ്ത്രീകൾ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുടിയിൽ നിന്ന് അല്പം പോലും കാണാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചതിന്റെ ഗൗരവം പ്രത്യേകം ഞാൻ ഉമ്മാര് പറയാ. ഇപ്പൊ ആരും ഒന്നാ കണ്ട, ഇപ്പഴല്ല, അവിടെ നിന്നുള്ള വിഷയം പറയാം. അപ്പൊ വിഷയം എന്താ അറിയോ,
എല്ലാ ഉംറയും കാണാനുണ്ട്. ഇങ്ങോട്ട് ഇപ്പം തന്നെ പറയാം, നമ്മുടെ മുടി വലിഞ്ഞു നിൽക്കാൻ എന്താണോ സമ്പ്രദായം അത് നിങ്ങൾ കണ്ടെത്താം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല തവാഫുകളുടെ അനുഭവം നമ്മളിങ്ങനെ തവാഫ് ചെയ്ത് രണ്ടാം ചുറ്റിലൊക്കെ ആയിരിക്കും ഒരു ഉമ്മാന്റെ മുടി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഈ ഉമ്മ പണ്ട് കാലം ഒരുപാട് മുടിയുള്ളവരാകുമ്പോൾ ഇങ്ങനെ കാണും. പിന്നെ നമ്മളെ സ്ഥാപനത്തിൽ കിട്ടുന്ന തട്ടെന്ന് പറഞ്ഞാൽ ഒരു കോമൺ സൈസ് ആയിരിക്കും. അത് ഇന്ന് കിട്ടി ഞങ്ങൾ എന്താ ചെയ്യുക, കൊണ്ടുപോയിട്ട് ആദ്യം ഇട്ട് നോക്കാം, ഇങ്ങൾക്ക് പറ്റിയ സൈസിലേക്ക് അത് റെഡിയാക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് മറ്റേ വേറെ സാധനമില്ല, വേറെ ഇതില്ല, എവിടെ തന്നെ അതൊക്കെ എന്ത് വേണ്ടിട്ടാലും വേണില്ല, നിങ്ങളെ മുടി കാണരുത്. മനസ്സിലായില്ലേ? മുടി കണ്ടാൽ തവാഫ് ബാത്തിലാണ്. പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ പലപ്പോഴും ഉമ്മമാർ ആ സമയത്ത് കുറെ അങ്ങോട്ട് കൂടെ ആക്കും. ഓൾറെഡി കണ്ടിട്ടല്ലേ കുറച്ചുകൂടെ പോകുന്നത്. അതുകൊണ്ട് എന്ത് പരിഹാരം ഇവിടുന്ന് പോകുന്ന വെച്ചാൽ നമ്മൾ അമലിന്റെ കാര്യമായിട്ടാ. അതുകൊണ്ട് എത്ര സൂക്ഷ്മ പറയാണ്, മുടി കാണാതൊക്കെ എന്താണ് വഴി അത് ചെയ്യാം. അപ്പൊ ആ കാര്യം തവാഫില് മുടി കാണാൻ പാടില്ല. അപ്പൊ ചില ഉമ്മമാരെന്ത് ചെയ്യുമല്ലോ, നമ്മൾ സ്വാഭാവികം കണ്ടുവരാറില്ല, മുടി കാണാൻ വെച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ചു പേരെ മുടി കാണാൻ പാടില്ല, എന്നാൽ തവാഫ് ബാത്തിലാവാൻ പാടില്ല. അതുകൊണ്ട് നേരെ മക്കനെ കുറച്ചും കൂടെ ഇറക്കി വിടും, കുറച്ചും കൂടെ ഇറക്കിയിടും. അങ്ങനെ ഇടാനും പാടില്ല. അപ്പൊ നമ്മളെ ഇത് എന്താ ഈ മുഖം തുറന്നിടണ്ടേ? മുഖം എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ കാണുന്ന ഈ നമ്മൾ ഈ കണ്ണും മൂക്കുമല്ല. മുഖത്തിന്റെ അതിർത്തി എന്താണ്? ഇവിടെ നിന്ന് മുടി തുടങ്ങുന്നത് മുതൽ താടിയെല്ലാണ് ഇതല്ല. നമ്മള് പൊതുവിൽ മനസ്സിലാക്കിയ താടിയെല്ലാം ഇതല്ലേ, താടിയെല്ല് ഇതാണ്. പക്ഷെ നമ്മൾ അതിർത്തി അതല്ല. താടിയെല്ലിന് താഴെ ഇങ്ങനെ വിരലിനെ കുത്തി വെക്കാം. ഒന്ന് കുത്തി അത് വലിയ എന്തോ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അതിന്റെ അതിർത്തി ഇട്ടാനോ ഒരു അറിവിട്ടാനോ ഇവിടെ തന്നെ ഉണ്ടാവും, ഒരു കുഴി പോലെ ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ അതിർത്തി. രണ്ട് ചെവിക്കുന്നും ഇത് തുറന്നിടണമെന്ന്. അപ്പം ആലോചിച്ച് നോക്കി, മുടി കാണാക്കാനും മുഷ്കിലാണ്, ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ ചെയ്യേണ്ട രൂപം കണ്ടെത്തി വരണ്ട. അല്ലാതെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ മുഖത്തേക്ക് ഇറങ്ങി. മനസ്സിലായില്ല? ആ കാര്യം ശ്രദ്ധിക്കാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ തവാഫ് തുടങ്ങാണ്. തവാഫ് മാത്രമേ ചിന്ത ഉണ്ടാകാൻ പറ്റുള്ളൂ. തവാഫില് വേറെ ഒന്നും ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇത് പറയാൻ കാരണം തവാഫ് നടക്കുമ്പോൾ പലപ്പോഴും കാണുന്ന അനുഭവം എന്ന് വെച്ചാൽ തവാഫ് ഇങ്ങനെ നടക്കുമ്പോൾ ആ ക്ലോക്ക് ടവർ ഇങ്ങനെ കാണും. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ അടുത്തുള്ളതുകൊണ്ട് അങ്ങോട്ട് നോക്കുക, ക്ലോക്ക് ഇത്രമാത്രം ഉയരത്തിലാണ് നടക്കുന്നത്. നമ്മളിങ്ങനെ ഉസ്താദ് ചൊല്ലിയിട്ട് നിങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെ ചിന്ത എന്താണ്? ഇതൊക്കെ ഇബിലീസ് കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എത്രമാത്രം എങ്ങനെ ആയിരിക്കും അവിടെ നിൽക്കണം, ഇത്ര ഉയരം പോലെ. അങ്ങനെ ആ ചിന്ത നടക്കുമ്പോൾ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ടാവും. തവാഫ് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലാതെ പക്ഷെ അതിന്റെ സിഹത്തിനെ ബാധിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇടത് ചുമല് മാത്രമായിരിക്കണം. ഒരാളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാം. ഇതാണ് നമ്മൾ പരിശുദ്ധമായ കാബാല്. ഇപ്പൊ കാണില്ല, നിങ്ങൾ കാണില്ല, ഇപ്പൊ കാണില്ലേ? ഒരാള് നടന്നു പോയിക്കൊണ്ടിരിക്കാം, സങ്കല്പിച്ചോളി. അതായത് നമ്മൾ തവാഫ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇപ്പൊ മുമ്പൊരിക്കൽ നമ്മളെ യാത്ര തന്നെ ഉണ്ടായ അനുഭവമാണ്. മത്താഫില് ഏതോ ഒരു ഉപ്പയോ ഉമ്മയോ എന്തത് അവരെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി, മലം പോയിട്ടുണ്ട് അവിടെ മത്താഫില്. പ്രായമുള്ള ഉമ്മാർപ്പാറാകുമ്പോൾ ചില നിമിഷം സംഭവിച്ചോല്ലോ. അങ്ങനെ എന്തുണ്ട്, അവിടെ വൃത്തിഹീനമായിട്ടുണ്ട്. നമ്മളിങ്ങനെ പോവാം. അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നേരെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോവാം. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞില്ലേ, അവിടെ മുതലുള്ള തവാഫ് ബാത്തിലാണ്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാണ്ടാ, തവാഫ് കയ്യിൽ നിന്ന് പോയാൽ കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും വേണ്ടില്ല, ഇടത് ചുമലായിരിക്കണം നമ്മുടെ തവാഫ്. അതേക്കുറിച്ച് മഹാന്മാർ പറയുന്നതായി കാണാം. നമ്മുടെയൊക്കെ ഹൃദയം കിടക്കുന്ന ഇടത് വശത്താണ്. അപ്പൊ ആ തവാഫുകൾ ഹൃദയം സംശുദ്ധമാവാൻ അതൊരു കാരണം കൂടെ ആയിരിക്കുന്നു. അപ്പൊ ഇടത് ചുമൽ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇടത് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചുറ്റുമ്പോൾ ഇവിടെ എത്താം. അങ്ങനെ നമ്മൾ 7 ചുറ്റുമ്പോഴാണ് ഒരു എന്താ ചെയ്യാ ഉംറയിലെ ഉംറയുടെ ഒരു തവാഫ് പൂർത്തിയാവട്ടാ. അങ്ങനെ 7 ചുറ്റി നമ്മൾ തീരുന്നു. ഇനി അതിന്റെ രൂപം ഞാൻ പറയുന്നുട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരുടെ കൂടെ തന്നെ നെയ്യത്തൊക്കെ ഞാൻ നെയ്യത്ത് ചുരുമ്പോൾ എല്ലാവരും കൂടെ നെയ്യത്തൊക്കെ അങ്ങനെ വന്ന് കുറച്ച് എളുപ്പം കിട്ടുട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു തവാഫൽ ഉംറതി സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല. പരിശുദ്ധ ഉംറയുടെ തവാഫ്, പരിശുദ്ധ കഅബാലയത്തെ 7 തവണ ചുറ്റാൻ ഞാൻ കരുതി. എന്നിട്ട് നേരെ റുക്കുൽ അസ്വദ് അവിടെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചൊല്ലി നേരെ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം, ഒന്നുമില്ല, ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ നേരെ ഈ ലെവൽ ഇങ്ങനെ വരാം. ആണോ? ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ വരാം. ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്താണ് ഒരു ചുറ്റുപൂർത്തിയായി. റുക്കുൽ അസ്വദ് എത്തുമ്പോട്ടാ. അപ്പൊ ഞാൻ ഒറ്റ കാര്യം കൂടി ജസ്റ്റ് പറയട്ടെ. നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾ പോരുന്ന സമയത്ത് ആലോചിച്ച് ഇതെന്ന് പറയാനറിയോ, നമുക്ക് ഈ 40 ആളോ 42 ആളോ പോകുന്ന സമയത്ത്
ബാക്കിൽ ഒരാൾക്ക് എന്തോ സംശയം കുടുങ്ങി. അപ്പൊ നമുക്കിത് ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന മുമ്പിലാവുമ്പോൾ ചോദിക്കാൻ കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബേസിക് ഐഡിയ ഇട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ അറിയാൻ എന്ത് ചെയ്യും, നമ്മൾ ചുമലിങ്ങനെ തിരിഞ്ഞുപോയി. അപ്പൊ ഉസ്താവും ടീമും ഇങ്ങനെ മുമ്പിൽ പോയി, അതിനിപ്പോ എന്താ ചെയ്യാ വളച്ചോനെ, ഇനിയിപ്പോ എന്താ ഇവിടെ നിൽക്കണോ, അങ്ങോട്ട് പോകണോ, അത് തിരിച്ചു പോകണോ, തിരിച്ചെന്തായാലും റിവേഴ്സ് പറ്റൂല, കാരണം അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ സ്വന്തം വിലയിരുത്താം, എവിടെ മുതലാണ് എൻ്റെ ത്വവാഫ് ഈ അടുത്തുനിന്ന് പോയത്, അവിടുന്ന് റിക്കവർ, അവിടുന്ന് എന്താ ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഇട്ടം വന്നിട്ട് ഇവിടെ നിർത്താൽ മതി. പക്ഷെ ഈ ത്വവാഫ് എന്ത് ചെയ്യാം, കഴിയൂല. കാരണം ഇതുപോലെ ജനങ്ങൾ അടിച്ചു വരില്ല ഇങ്ങോട്ട്. അപ്പൊ നമ്മളെ മനസ്സ് വെക്കാം, എൻ്റെ ഒരു ചുറ്റ് ബാത്തിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് 7 കഴിഞ്ഞാൽ വേഗം എക്സ്ട്രാ ഒന്ന് എടുക്കാം, 8ാമത്തെ മതി. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ 7 തവാഫ് ചെയ്യുന്നതോടെ, 7 ചുറ്റുന്നതോടെ ഉംറയുടെ തവാഫ് പൂർത്തിയായി. ഉംറയുടെ ഫർളുകൾ 5. 1 നിയ്യത്ത്, നമ്മൾ കരിപ്പൂർത്തി ചെയ്തു. 2ാമത് തവാഫ്. ഇനി 3ാമത്തത് സഅയ്. അപ്പൊ നമ്മൾ തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. ആ സുന്നത്ത് നിസ്കാരം ഇതാ റുക്കുൽ അസ്വദ്. അപ്പൊ റുക്കുൽ അസ്വദ് ഇവിടെ ആണെങ്കിൽ ഇവിടെയാണ് എന്തുള്ളത്, മഖാമു ഇബ്രാഹിം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ല്. എങ്ങനെയാണ് ആ കാൽപാദം പതിഞ്ഞത് എന്നുള്ളതും ഇതെന്താ ഇവിടെ തന്നെ വെക്കാൻ കാരണം, ഇവിടൊക്കെ കഅബയുടെ മത്താബ് സ്ഥലം ഉണ്ടല്ലോ, ഇതെന്താ ഇവിടെ വെക്കാൻ കാരണമൊക്കെ ഇൻഷാ അല്ലാഹ് ചരിത്ര ക്ലാസ്സിൽ പറയാൻ അല്ലെങ്കിൽ പറയാൻ സമയമല്ല കേട്ടോ. അപ്പൊ മഖാം ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാം, ആ കാൽപാദത്തിന്റെ സദൃശ്യമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാന്റെ കാൽപാദം. അങ്ങനെയുള്ള ആ കാൽപാദം കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് നേരെ ബാക്കിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എന്നാണ് അവിടെ സ്ഥലം ഉണ്ടാവില്ല, കുറച്ചപ്പുറത്ത് നിന്ന് മഖാം ഇബ്രാഹിമിന്റെ ബാക്കിലാവുക എന്നേ ഉള്ളൂ ട്ടാ. അങ്ങനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇനി പോകുന്നത് നമ്മളെ ജീവിതത്തിൽ പലരും കൊണ്ടുവന്ന് മാത്രം കുടിച്ച് പരിചയമുള്ള സംസം അല്ലെ. സംസം എങ്ങനെ വന്നു, എന്തുകൊണ്ടാ സംസം അങ്ങനെ പേര് വന്നത്, അതെന്താണെ കുറിച്ച് വിശദമായ ചരിത്ര ക്ലാസ്സിൽ പിന്നീട് പറയാം. അപ്പൊ മാഉ സംസം ലിമാ ശുരിബ ലഹു ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളാ പറഞ്ഞത് എന്താ അറിയോ, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം ഒരാൾ കുടിക്കാണ്, അയാൾ എന്തിനു വേണ്ടിയാണ് കുടിക്കുന്നത്, അയാൾക്കത് ഫലം ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാല് ഒരു ഉപ്പ കുടിക്കുന്നത് അദ്ദേഹത്തിന് കാര്യമായ എന്തോ അസുഖമുണ്ട് ശരീരത്തിൽ, അത് മാറാൻ വേണ്ടിയാണ്, അത് മാറുന്നു. ഇത് ഹബീബായ തങ്ങളാ പറഞ്ഞത്, ഷിഫ ആണ് സംസം എന്നുള്ളത്. ഒരു ഉമ്മ കുടിക്കാണ്, എനിക്ക് ഇന്നാലിന്റെ കാര്യത്തിനാണ്, ആ ഉദ്ദേശത്തിലാണ് കാര്യം. അങ്ങനെ നമ്മൾ സംസം കുടിക്കാം. സംസമിനെ കുറിച്ച് പറയുന്നത് കാണാം, സംസം മാക്സിമം കുടിക്കണം എന്നാ. മാക്സിമം കുടിക്കുന്നതോടെ നമ്മൾ ഹൃദയം ശുദ്ധിയാവും. പക്ഷേ ഈ ത്വവാഫ് കഴിഞ്ഞ് സഈന്റെ ഇടങ്ങൾ മാക്സിമം കുടിച്ചാൽ സഈ 2 ആകുമ്പോൾ നമ്മൾ അലാറടിയും. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ മനസ്സെവിടെ ഉണ്ടാവല്ലോ, എവിടെ ബാത്റൂം ഇവിടെ എവിടെ കിട്ടാ, എന്നാ എത്ര കുറെ പോകണ്ടേ. അതുകൊണ്ട് അപ്പം കുറച്ച് കുടിക്കാം, ഒരു മിഡില്. എന്നിട്ട് സഅയ് കഴിഞ്ഞ ഇഷ്ടംപോലെ കുടിച്ചോടി, പിന്നെ റൂമിലേക്കല്ലേ പോവാള്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എല്ലാവരും ഓർമ്മയുണ്ടാവും. അങ്ങനെ നമ്മൾ ത്വവാഫ് കഴിഞ്ഞു, 7 തവണ ചുറ്റി, ഈ നേരെ സഅയിലേക്ക് പോയി. അങ്ങനെ നമ്മൾ എല്ലാവരും സഅയിലെത്തി. സഅയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഹാജറ ഉമ്മ ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിനെയും കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലുണ്ടായിരുന്ന പാറക്കെട്ടുകളായിരുന്ന ആ പരിശുദ്ധമായ കഅബയുടെ ആ ഇടത്തങ്ങളിൽ ചെറിയ പ്രായത്തിൽ വന്നു നിന്ന സ്ഥലം, അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവച്ചിരുന്ന സ്ഥലം സ്വഫ എന്നുള്ളത്. ഹാജറ ഉമ്മ വലിയ പ്രതീക്ഷയോടെ എൻ്റെ പിഞ്ചോമന കുഞ്ഞിന് ഒരു തുള്ളി മുലപ്പാല് കൊടുക്കാൻ എൻ്റെ അമ്മിഞ്ഞയിൽ പാലില്ലാത്ത അവസ്ഥ വന്നപ്പോ, കുഞ്ഞിന്റെ കരച്ചിലും കൂടെ വന്നപ്പോ വലിയ പ്രതീക്ഷയോടെ കയറിയതാണ് സ്വഫ എന്നുള്ള കുന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിൽ കാണാം. ഹാജറ ഉമ്മയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ സ്വഫ മല കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വഫയിൽ കയറി അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങി വീണ്ടും അടുത്ത ആരെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നോക്കിയതായിരുന്നു മറവ കുന്നിലേക്ക്. അതിനെക്കുറിച്ച് വിശദമായി അവിടുന്ന് പറയാം. ഏതായാലും അന്ന് ഹാജറ ഉമ്മ ഓടിയ ആ ഒരു സ്ഥലമാണ് സ്വഫ മറവ. അപ്പൊ സ്വഫ മറവയിൽ നമ്മൾ സഅയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെ കൂടെ നീയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി ഉരീദു അൻ അസ്അ മാ ബൈന സ്വഫ വൽ മർവ സബ്അത അശ്വാത്തിൻ സഅയൽ ഉംറതി ലില്ലാഹി തആല. പരിശുദ്ധ ഉംറയുടെ സഅയ്
സ്വഫാ മറവക്കിടയിൽ 7 തവണ ചുറ്റാൻ ഞാൻ കരുതി. അങ്ങനെ ഈ നിയ്യത്ത് നമ്മൾ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വെക്കുന്നു. അപ്പം എല്ലാവരും മനസ്സൊക്കെ സഈലത്തിലാ അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും സഈലേക്ക് പോയി സഈന്റെ താഴ്വാരത്തെ കുറിച്ച് ബേസിക്കായി നമ്മൾ അവിടുന്ന് പറഞ്ഞുതരും. എന്നിട്ട് നമ്മൾ സഈൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സഈല സ്വഫാ കുന്ന് കാണുന്നില്ലേ? ഇത് കണ്ടിട്ട് തോന്നില്ലേ? ഉണ്ടല്ലേ? സാങ്കല്പികമാണ്. അല്ല അപ്പൊ സോഫാ കുന്ന് കൂടുന്ന കാറ്റുമ്പോ കൂടെ ഇത് മറവ കുന്ന്. അപ്പൊ നമ്മളിപ്പം നേരെ കഅബയിൽ നിന്ന് വന്ന് നേരെ സൊഫയുടെ അവിടേക്ക് എത്തണേ. അപ്പൊ നമ്മൾ കഅബ ഉള്ളത് ഈ ഭാഗത്താ. നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിയ്യത്ത് വെക്കലും കഴിഞ്ഞു കേട്ടാ. ഈ സ്റ്റേജിലപ്പം നമ്മളുള്ളത്. അങ്ങനെ സൊഫയിൽ നിന്ന് മറവയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നു. സൊഫയിൽ നിന്ന് മറവയിലേക്ക് പോയി മറവയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് പൂർത്തിയായി. അതായത് ഒരു സഈ പൂർത്തിയായി. മറവയിൽ നിന്ന് സൊഫയിലേക്ക് വരുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2ാമത് പൂർത്തിയായി. അങ്ങനെ ടോട്ടൽ 7. ഇപ്പൊ കഅബാലയം എന്ന് പറഞ്ഞ ചുറ്റിങ്ങ തിരിച്ചെത്തണ്ടേ? ഇതങ്ങനല്ല. ഇത് ഇവിടുന്ന് ഇവിടെ എത്തിയ ഒന്നായി, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയ ഒന്നായി. ദൂരം ഉണ്ട് കേട്ടോ. അതിങ്ങനെ പറയുമ്പോഴും കാണുമ്പോൾ അടുത്താണ്, അത്യാവശ്യം പോകണ്ട്. അപ്പോ ഇങ്ങനെ 7 ചെയ്യുന്നതായി നമ്മൾ 7 ചുറ്റുന്നതോടെ നമ്മുടെ സഈയും പൂർത്തിയായി. അങ്ങനെ നമ്മുടെ ഉംറയിലെ 4ാമത്തെ ഫർളാകുന്ന സഈ, നിയ്യത്ത്, തവാഫ്, നിയ്യത്ത് തവാഫ് 3 അല്ലേ? 4ാമത്തെ സഈ. ഓക്കെ, നിയ്യത്ത് തവാഫ് സഈലെ 3ാമത്തെ ഫർളാകുന്ന സഈ നമ്മൾ പൂർത്തിയായി. അങ്ങനെയല്ല, നമ്മൾ 7 സഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള തഹല്ലുലാവുക എന്നുള്ളതാണ്. തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ മുടി മുറിക്കുക. അങ്ങനെ 7 പൂർത്തിയാകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ എത്തും. ഇങ്ങോട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും അത് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തി പോലെ പറഞ്ഞിട്ട് എല്ലാവരും മുടി മുറിക്കാം. അപ്പോൾ മുടി മുറിക്കേണ്ട എത്രയാണ് എങ്ങനെയെന്നൊക്കെ വിശദമായി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ വെറുതെ റിപ്പീറ്റേഷൻ അടിക്കേണ്ടി വരും. ഇത് ബേസിക് നോളജ് ആണല്ലോ. അങ്ങനെ അവിടുന്ന് പറഞ്ഞ ചെയ്യേണ്ട രൂപങ്ങളൊക്കെ കേട്ടാ. അങ്ങനെ മുടി മുറിക്കുന്നവർ നമ്മളെന്തായി? ഉംറയിൽ നിന്നും വിരമിച്ചു. അപ്പൊ ഇപ്പൊ എത്ര ഫർളായി? 4 അത് കഴിഞ്ഞ തർത്തീബ് എന്നൊക്കെ തുടർച്ചയായി ചെയ്യുക, അതാണ് 5ാമത്തെ. ആ ടോട്ടൽ 5 ഫർളുകളാണ് എന്തിനുള്ളത്? ഉംറക്കുള്ളത്. ഇനി കാര്യം പറയട്ടെ, നമ്മൾ കൂടുതൽ പലരും പ്രായമുള്ള ഉമ്മാരും പലരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് തവാഫിലോ സഈലോ ചൊല്ലൽ നിർബന്ധമായ ഒന്നുമില്ല. ഈ കർമ്മങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്കുണ്ടാവില്ലേ, ഇപ്പൊ ഉസ്താദ് മുമ്പിൽ ചൊല്ലി തരുന്നുണ്ട്, അപ്പൊ കേൾക്കുന്നില്ല. ഈ ആശങ്ക വേണ്ടാന്ന്. നിങ്ങൾക്ക് സ്വലാത്തല്ല, ദ്വാരക്ക, മലയാളത്തിൽ ദ്വാരക്ക, അല്ലെങ്കിൽ എന്താ മൗലിദ് അറിയിച്ചോ, എന്തും പറ്റും കേട്ടാ. ഈ കർമ്മം നമ്മൾ ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും ഒരു ഉംറ തഹല്ലുലായില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഒരു ഉംറ പൂർത്തിയായി. അള്ളാഹു ഇതുപോലെ നമുക്ക് നല്ല റാഹത്തോടെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഉംറ പൂർത്തി നിങ്ങളെ മൊത്തം പ്രകാശം പൂരിതമാവട്ടെ അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ നമ്മൾ ഒരു ഉംറ പൂർത്തിയായി. ഇപ്പൊ ഇനി നമ്മൾ അവിടെ നിൽക്കുന്ന ഉംറയാണ് അവിടുത്തെ മെയിൻ. അത് പറഞ്ഞല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കണം. ഇനി നമ്മളെ ബാക്കി ഇപ്പൊ അമല് കഴിഞ്ഞു. ഇനി അവിടെ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാ. 1ാം ദിവസം നമ്മൾ ഇവിടുന്ന് 1ാം ദിവസം നമ്മൾ പോയി നേരെ മക്കയിൽ ഇറങ്ങി. അവിടുന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ബാക്കി കാര്യങ്ങൾ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ റൂമായിരിക്കും. ഹോട്ടലിനെ കുറിച്ച് പറയട്ടെ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, താമസവും ഫെസിലിറ്റി അടിപൊളിയായിരിക്കും. അവിടെ വൈഫൈ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പ്രത്യേകം പറയാണ്, വൈഫൈൻ്റെ അവസ്ഥ ശോകമായിരിക്കും. ഇതിങ്ങനെ പറയണെന്നേ അറിയോ, നമ്മൾ പലപ്പോഴും കണ്ട അനുഭവമാണ്. നമ്മളെ കയ്യിലുള്ള കാര്യമില്ല. നമുക്ക് ഓപ്ഷൻ ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്നുള്ളൂ. ഇവരെന്താ ചെയ്യുക, ഈ വലിയൊരു ബിൽഡിങ് അവർ ഒരു റൂട്ട് നമ്മളിവിടുന്ന് നമ്മളെല്ലാവരും ഇപ്പം എന്താ ഈ ലൈവൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ നെറ്റിന് സ്പീഡ് കൊണ്ടാണ്. അത് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഗതികേട് മനസ്സിലാവാം. അപ്പം നെറ്റ് അവസ്ഥ എന്താണ് പരിതാപകരമാണ്. ഞാൻ ഇങ്ങനെ പറയാൻ എന്താ അറിയോ, അവിടെ എത്തിയത് ഉസ്താദ് എന്താ നെറ്റൊന്നും ഇല്ലല്ലോ, എന്നോട് ആരും വിഷമിക്കരുത്. അത് നമ്മളെ ഹോട്ടലിൻ്റെ ഓണർമാർക്ക് ഹറമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ വിഷയം എന്താ അറിയോ, എങ്ങനെ ഹോട്ടലിൽ ആളെ കിട്ടും. മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ ബാച്ച് ആഗസ്റ്റ് 8 ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ഉണ്ട്. ആഗസ്റ്റ് 5 ആ ബാച്ചിൽ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലില്ല. മനസ്സിലായി? അതാണ് ഡിമാൻഡിൻ്റെ അവസ്ഥ. അത് പറഞ്ഞുകൊണ്ടത് വൈഫൈയുടെ അവസ്ഥ പരിതാപകരം. അതുകൊണ്ട് നമുക്കുള്ള സൊല്യൂഷൻ എന്നാ ഞാൻ പറഞ്ഞത്, അതായത് നമുക്ക് വാട്സപ്പിലൊക്കെ അവിടെ റിസപ്ഷനിൽ വൈഫൈ അവൈലബിൾ ആണ് എന്നല്ലാതെ യൂട്യൂബിൽ കാണാൻ കിട്ടുക. ഇപ്പോൾ അവിടെ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്, അവന് പറഞ്ഞാൽ വൈഫൈയുടെ അവസ്ഥ പരിതാപകരമാണെന്ന്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സിം എടുക്കാം. 40 റിയാലോ 45 റിയാലോ ആവാം.
നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ അതിനുള്ള പൈസ മാറ്റിയേക്കാം. ഞാൻ സാമ്പത്തികത്തെ കുറിച്ച് ഫുൾ പറഞ്ഞുതരാം. അതിനുള്ള ക്യാഷ് മാറ്റി വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. എന്താ പറയുക, സിം എടുക്കാൻ വേണ്ടി നിങ്ങളെ മക്കളോട് പറയാം, എനിക്ക് സിമ്മിന് ഉസ്താദ് 45 റിയാലാവും, അതൊന്ന് വേറെ തന്നെ കവറാക്കി തന്നെ അവിടെ എത്തുമ്പോൾ സിം എടുക്കാം. ഇതെടുത്താൽ ഗുണം എന്താ അറിയോ, നിങ്ങൾക്ക് അതിൽ 5 GB നെറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതുണ്ടാവും. അതായത് ഇത് നാട്ടിൽ പോകണേ വാട്സപ്പ് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് പുറത്ത് പോകില്ല, അപ്പൊ ഒക്കെ ഉപയോഗിക്കാം, എപ്പോഴും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോൾ ചെയ്യാൻ 1 മണിക്കൂർ ഉണ്ടാവും. അത് നിങ്ങൾ വെറുതെ വിളിക്കാതെ അത്യാവശ്യം മാത്രം ഉപയോഗിക്കാം. ബാക്കി വാട്സപ്പ് ഉണ്ടല്ലോ ഫുൾ ടൈം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാതെ കാര്യം കഴിയും. ഞാൻ വീണ്ടും പറയാണ്, നെറ്റിൻ്റെ അവസ്ഥ വൻ പരിതാപകരാവട്ടെ. അപ്പോൾ അതുകൊണ്ട് ആർക്കും എന്നോട് വിഷമം തോന്നരുത്. അത് ഓരോ ഹോട്ടലിനും ഓരോ കോലത്തിലാണ്. അപ്പോൾ ഒന്നും വിഷമിക്കാറില്ല. 45 റിയാലോ 40 റിയാലോ കൊടുത്താൽ നല്ല സിം കിട്ടും. നമുക്ക് കൂടെ ഞങ്ങളെ കൂടെ എടുക്കാണ്ടാവട്ടാ. അപ്പോൾ ആ കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഹോട്ടലിലെ അവസ്ഥ. പിന്നെ ബാക്കി ഞങ്ങൾക്ക് ഭക്ഷണം കാലമൊക്കെ അൽഹംദുലില്ലാ പ്രായമുള്ളവർക്ക് പ്രായമുള്ള ഫുഡ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, താമസവും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹോട്ടലിനെ കുറിച്ച് ഞാൻ ഇന്ത്യൻ പൈസ ഞാൻ പോയി 45 റിയാൽ അവിടുന്ന് കൂട്ടെ ഇവിടുന്ന് കൂട്ടെ നമുക്ക് ആ കൺഫ്യൂഷൻ. അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ പൈസക്ക് മൂല്യം കുറവാണ്. അപ്പൊ 26 രൂപയാണ് 1 റിയാൽ എന്നാണ്. ശരാശരി 1000 റുപ്യ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ, അല്ല ഒരുപാടൊന്നുമില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ആ കാര്യം എങ്ങനെ. പിന്നെ നമുക്ക് ഹോട്ടലിനെ കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഹോട്ടൽ ഹറമിന് അടുത്താണ്. ആ ഹറമിന് അടുത്താണ്. അതായത് നമ്മളിപ്പം പരിശുദ്ധമായ ഹറം ഇതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ എല്ലാം ഒന്നുമല്ല. ഇപ്പൊ എങ്ങനെ അങ്ങോട്ടല്ലേ പോവാറുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ ഹോട്ടലുണ്ട്. നമ്മളുള്ളത് ഇവിടെയാണ്, എന്നാണ് അടുത്താണ്. നമ്മൾ ഹോട്ടൽ ആ ചെറിയൊരു കാറ്റ് ഉണ്ട്. ആ കാറ്റിന് വേറെ വണ്ടി ഉണ്ട്, ഇലക്ട്രിക് വണ്ടി ഉണ്ട്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ കിട്ടാൻ താമസമൊക്കെ എങ്ങനെയാണ്. അവിടെ ആ വിഷമമില്ല. ഇറങ്ങാൻ സാവകാശം ഇറങ്ങാം. കയറുമ്പോൾ എല്ലാവർക്കും പ്രശ്നം അതിൽ ഇലക്ട്രിക് വണ്ടി ഉണ്ടാവും. താമസം അങ്ങനെ കാര്യം. പിന്നെ അപ്പോൾ അവിടുത്തെ താമസം പറഞ്ഞു കാര്യം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് റൂം ആവശ്യമുള്ളവരുണ്ട്, നേരത്തെ പറഞ്ഞാൽ അഡീഷണൽ പേയ്മെന്റ് അടച്ചു വേണ്ടേ. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യമുള്ള ആർക്കും വേണമെങ്കിൽ നേരത്തെ അറിയിക്കുക കേട്ടോ. എന്നാലും നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ എത്തിയിട്ട് സ്വന്തം വേണം പറഞ്ഞാൽ പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ഉംറ കണ്ടൊരു സംഗതിയാണ്. അതായത് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ എല്ലായിടത്തെ പോലെ പല ഫാമിലിയാണ്. അവിടെ എത്തിയപ്പോണ്ട് ഒരു 5 ആൾക്കാർ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് പുതിയ ഫാമിലിയാണ് അവര്. ഞങ്ങൾക്ക് റൂം വേണം. അതായത് 2 ഭർത്താവ് 2 ഭാര്യ. 2 ഭർത്താക്കുമ്പോ 2 ഭാര്യയിലിടോ എന്താണ് അങ്ങനെ 4 ആള്. അവര് എന്നോട് വന്ന് പറയാണ്. അവര് എനിക്ക് അറിയില്ലേ, ഒരാൾ വയനാടല്ല, ഒരാളുള്ളത് എവിടെ, ഒരു വയനാടും വ്യക്തിയുടെ വയനാടും കുഴപ്പമില്ല, ഒരാൾ വയനാടും ഒരാള് കാസർഗോഡും. ഞാൻ എന്നോട് പറയാണ് ഞങ്ങൾക്ക് ഫാമിലി ഞാൻ ഒരുമിച്ച് റൂം മതിയെന്ന്. അതായത് യാത്ര പരിചയപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ ആരും ചിന്തിക്കരുത് കേട്ടാ. അതൊന്നും നമുക്ക് അള്ളാന്റെ ഹറമൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ്. അത് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചു പോയത്. നമ്മളിപ്പോൾ ചിന്തിക്കാം, നമ്മൾ സ്ത്രീകളെ കൂടെ പുരുഷന്മാർ അന്ന് അതിന് സുഖം വേറെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും താമസം ഒരുപോലെ ഉണ്ടാവും, വേറെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി താമസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമുക്ക് രാത്രി ആർക്കെയും വെള്ളങ്ങൾക്ക് അത്യാവശ്യമുള്ളവരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഉമ്മമാർക്ക് രാത്രി കുടിക്കാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഫ്ലാസ്ക്, ഇതിനേക്കാൾ കുറച്ച് വലിയ ഫ്ലാസ്ക് കൈ വെക്കാം, ചെറുതിട്ടാ. അങ്ങനെ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകുമ്പോൾ രാത്രിക്ക് ക്യാൻറ്റീനിൽ പോകുമ്പോൾ എടുത്ത് വെച്ചാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ കുടിക്കാം. ഓക്കെ, ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവും കേട്ടോ. മറ്റേ രാത്രി പോകുമ്പോൾ ക്യാൻറ്റീനിൽ ഇതുണ്ട് വെള്ളം ഉണ്ടായിക്കോളുന്നില്ല. അത് ഹോട്ടലുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുട നിർബന്ധം എടുക്കാം. കുട അത് ഇനി ഉപയോഗിച്ചാൽ കയ്യിൽ വെക്കാം, ആവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ കുറേ സംഗതികളില്ലേ, അതെല്ലാം കൂടി വായിച്ച സമയം പോകും. സംശയം കൊണ്ട് ചോദിച്ചോണ്ട് ഞാൻ അതില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ചില്ലറ റിയാലുകൾ കൈ വെക്കാം. ചില്ലറ റിയാൽ കൈ വെക്കാൻ അങ്ങനെ 5 റിയാൽ 2 റിയാൽ 3 റിയാൽ. ഇതിന് മെയിൻ കാരണം അവിടെയൊക്കെ യാചകരുണ്ട്. മനസ്സിലായി, അള്ളാന്റെ ഹറമിലുണ്ട് യാചകര്. അപ്പം സ്വതക്ക ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മളുള്ളത്. 1 റിയാലും കൂടിയാൽ കൊടുത്ത സ്വതക്കായാൽ മതി. അതുകൊണ്ട് എന്താ ചെയ്യുക, നല്ലൊരു അമൂല്യമായ അവസരമാണ് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ നമ്മളെ പാക്കേജിൽ വരുന്ന എമൗണ്ട് 94,000 റുപ്യ. ഓക്കെ, പാക്കേജ് എമൗണ്ട് 94,000. ഈ 94 ഞങ്ങൾക്ക് 1 റുപ്യ പോലും എക്സ്ട്രാ വരില്ല. പക്ഷേ ഞാൻ എന്നോട് അവിടെ ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു, അറിയാത്തവർക്ക് വേണ്ടി പറയാം, പാക്കേജ് എമൗണ്ട് നിങ്ങൾ പാക്കേജിൽ എടുക്കുന്ന ഒന്നിനും എക്സ്ട്രാ എമൗണ്ട് വരില്ല. ഇനി എന്തിനാണ് എക്സ്ട്രാ എമൗണ്ട് വരുന്നത് പറഞ്ഞുതരാം. എത്ര എമൗണ്ട് പറഞ്ഞേട്ടാ, ഇടല്ലേ? അത് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കണ്ടല്ലോ. അതായത് ഇതെന്താ പറയുക, നമ്മൾ പറഞ്ഞത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് കാര്യങ്ങളും വ്യക്തതയിലായില്ല എങ്കിൽ നമ്മൾ ഈ സ്നേഹബന്ധം എന്ത് ചെയ്യും, നമ്മൾക്ക് ബോധം കറുപ്പിക്കുന്ന അവസ്ഥ.
അള്ളാഹു കാകട്ടെ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവാൻ പാടില്ല. എന്തും ചോദിക്കുക എന്നും പല പരിപാടി ഒക്കെ അറിഞ്ഞ് ചെയ്യുമ്പോൾ സന്തോഷമല്ലേ. അപ്പൊ എന്താ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ വരാമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ടോട്ടൽ 8 ഉംറകളാണ് നമ്മളെ പാക്കേജ് ഒക്കെ അല്ല. നിങ്ങൾക്ക് നമ്മളെ ഈ ബാച്ച് ചെയ്യാൻ അവസരം ഉണ്ടാവും. 8 ഉംറകളെ ചെയ്യാൻ അവസരം ഉണ്ടാവും. സാധാരണ ഈ കഴിഞ്ഞ ഷാബാൻ വരെ അതിൽ 5 ഉംറകൾ നമ്മൾ പാക്കേജ് വക ഉണ്ടാവാറുണ്ട്. 5 ഉംറക്ക് ഒരു ചെലവില്ല. ബാക്കി 3 ഉംറക്ക് ചെലവില്ല കേട്ടാ. ഞാൻ രൂപം പറഞ്ഞുതരാം. അപ്പൊ ഇപ്രാവശ്യം ഈ നോമ്പ് ഇപ്പം മുതൽ പിന്നെ ഞാൻ മക്കത്ത് നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചിരുന്നു. അപ്പൊ അവിടെ ബസ് ഫെയർ എല്ലാം കൂടി ഒക്കെ റേറ്റ് കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് 4 ഉംറക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെലവില്ല. ബാക്കി പറഞ്ഞുതരാട്ടാ, കേട്ടോളി. 4 ഉംറക്കാർക്ക് ചെലവില്ല. ഇനി അടുത്ത ഉംറ 5ാമത്തെ ഉംറ തോയിഫ് യാത്രയാണ്. ഉംറക്കല്ല നിങ്ങൾ പോണേ, തോയിഫ് ചരിത്രം കാണാൻ വേണ്ടി പോവാം. അത് 80 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് എന്തായാലും എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. അത് ഇപ്പം ഞാൻ ഒരു ഉമ്മ പറയാം, ഉസ്താദ് ഞാനില്ല, ചെലവില്ല. മനസ്സിലായില്ലേ? ചെലവില്ല. ഇനി ഹുദൈബിയ യാത്ര, ഹുദൈബിയ സന്ധ്യ അല്ലേ ഹബീബ് ആക്ക അവിടുന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഹബീബായ തങ്ങൾ ഉപ്പാപ്പ മദീനയിൽ നിന്ന് മക്ക വരെ ഉംറക്ക് വേണ്ടി വന്ന് നിരാശയോടെ തിരിച്ചു പോയ മൈന്യൂട്ട് പോയിന്റ് ഹബീബും സുഹാബും താമസിച്ച സ്ഥലം. അപ്പൊ അത് കാണാൻ വേണ്ടി പോകും. ആ യാത്രയിൽ ഒട്ടകത്തിന്റെ ഫാമിൽ പോകും. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ മ്യൂസിയം ഉണ്ട്, മക്ക മ്യൂസിയം. ഇതെല്ലാം കാണുന്നൊരു യാത്ര. അത് പെയ്ഡാണ്. ടോട്ടൽ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് പോയി വരുമ്പോൾ വീണ്ടും ഇഹ്റാം ചെയ്യും. അപ്പോഴും ഉംറക്കല്ല ഇഹ്റാം ചെയ്യാൻ, നമ്മൾ പോണതിനാണ് ഹറമിന് പുറത്തിറങ്ങുന്നതുകൊണ്ട് ഇഹ്റാം ചെയ്യും. അപ്പൊ എത്ര ഉംറായി? 4, 5, 6 ഉംറായില്ലേ? ഇനി 2 ഉംറകളുള്ളത്. അതിലത്തെ ഒരു ഉംറ വരുന്നത് നമ്മളെ മഖ്ബറത്തു മൈമൂന ഉമ്മ ബീബി റളിയല്ലാഹു അൻഹ മഹദിന്റെ വീട്ടിൽ നമ്മൾ സിയാറത്തിന് പോകും. പൊതുവിൽ എല്ലാവരും ഉള്ള സിസ്റ്റം കഴിച്ചാൽ മക്കയിൽ മദീനത്ത് പോകുമ്പോൾ ഇത് മൈമൂന ബീവിന് മഖ്ബറയാണ്, എല്ലാവരും സലാം പറഞ്ഞോളി എന്നുള്ള സമ്പ്രദായമാണ്. നമ്മളിൽ അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കാൻ എന്താ അറിയോ, ഹബീബായ തങ്ങളും മൈമൂന ഉമ്മയും കൂടെ വീട് കൂടിയ മഹത്തായ സ്ഥലമാണ്. അവിടെ പോയി മൈമൂനമ്മാക്ക് സന്തോഷാവൂലേ? നമുക്ക് ഇന്ന് അങ്ങനെ വീട് അവിടെ ഉള്ളൂ, മൈമൂനമ്മാരുടെ വീട് ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും വീടായിട്ടില്ല. അപ്പൊ അവിടെ പോയി നമ്മൾ അവിടെ സിയാറത്ത് ചെയ്യുക, അവിടുത്തെ ചരിത്രം അവിടുന്ന് പറയാ, എന്നിട്ട് വീണ്ടും ഒരു ഉംറ. അപ്പൊ എത്രയായി? 6, 7. ഇനി ഇബ്നു ഉമർ തങ്ങൾ ഉപ്പാപ്പ മുത്തബിഉ സുന്നയാണ്. ഹബീബായ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിച്ച വലിയ മഹാനാണ്. ഇൻഷാ അല്ലാഹ് അവരെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ വേറൊരു ദിവസം അവരെ സിയാറത്ത് ചെയ്യാൻ പോകും. അപ്പൊ അത് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ 8ാമത്തെ ഉംറ അത് പോയി ഇഹ്റാം ചെയ്ത് തിരിച്ചു വരും. ഈ കണ്ട യാത്രയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 10 റിയാൽ ചെറിയ ചെറിയ റിയാലിന്റെ കേസുള്ളൂ. അത് നമ്മൾ തോയിഫ് ഹുദൈബിയാണ്. അതായത് നിലവിൽ നമ്മൾ ഇനി അവിടുത്തെ പറഞ്ഞ 30-40 റിയാൽ വരും. ഞാൻ ടോട്ടൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ തോയിഫ് ഹുദൈബിയ കുറച്ച് ദൂരമുള്ളതാണ്. ഓക്കെ, ബാക്കി ഒക്കെ സെയിം ഒരു ഈക്വൽ റിയാലേ വരുള്ളൂ. ഇനി എക്സ്ട്രാ ചിലവരിൽ എന്താ വെച്ചാൽ ജബലുൻ നൂർ ജബലു സൗറി. അതായത് നമ്മൾ ഇവിടുന്ന് മക്കയിൽ എത്തിയോ? ഇന്നെത്തി. നാളെ സുബീക്ക് ഒരു ഉംറ ചെയ്തു, മറ്റന്നാൾ സുബീക്ക് 2ാമത്തെ ഉംറ ചെയ്തു. അത് കഴിഞ്ഞുള്ള 3ാം ദിവസം ഉണ്ടല്ലോ, അന്നത്തെ നമ്മൾ യാത്ര എന്താ അറിയോ, ഫ്രീ ആയിട്ടോ ഇതൊക്കെ. അതായത് അറഫ, മിന, മുസ്ദലിഫ ഹജ്ജിന്റെ ഹാജിമാരെ സ്ഥലങ്ങളിൽ അവിടെ ജബലു റഹ്മയുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാവുമായും കണ്ടുമുട്ടിയ സ്ഥലമുണ്ട്. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പ മറ്റേ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടത്തിയ ആ പവിത്രമായ ഇടം, ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള അന്നത്തെ യാത്ര. ആ യാത്രയിലാണ് നമ്മൾ എവിടെ പോവാ? ജിഹ്റാന എന്ന് പറയുന്ന സ്ഥലത്ത് ഹബീബായ തങ്ങള് ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം, അത്ര മഹത്വമേറിയ സ്ഥലം. അവിടെ എല്ലാം പോയി വരുന്ന അതിന് ചെലവില്ല കേട്ടോ. ആ യാത്ര നമ്മൾ ജബലുന്നൂർ കാണും, ജബലു സൗറും കാണും. കാരണം എന്താ? ഇത് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റൂല, ജബലുന്നൂർ ജബലു സൗർ കയറാൻ പറ്റൂല. അത് കയറാൻ വേറെ തന്നെ പോകണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ പറയും ആരൊക്കെ ജബലുന്നൂർ കയറാൻ വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് കേട്ടെ. കേരളേ നമുക്കൊരു വാശി ഉണ്ടല്ലോ, ആരോഗ്യം അള്ളാഹ് തരും. മനസ്സിലായല്ലേ? ഇവിടുന്ന് ഉറപ്പിച്ചു പോകണം. പക്ഷെ നമ്മൾ കൂടെ കട്ടകമുണ്ടോ? അപ്പോ അള്ളാഹു നമുക്ക് എല്ലാവരും തൗഫീഖ് കേട്ടെ. കാരണം എന്താ അറിയോ, ഹബീബായ തങ്ങളിൽ കയറിയ ഖദീജ ഉമ്മാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ ജബലുന്നൂറിന്റെ മുകളിൽ കാണാം. അതെല്ലാത്തിനുപരി ഹബീബിന്റെ ചുണ്ടുകൾ സ്പർശിച്ച, ഹബീബിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മൈന്യൂട്ട് പോയിന്റ്. മണ്ണാണെങ്കിൽ മണ്ണ് നീങ്ങൂലേ, പാറയാണെങ്കിലോ, അതായത് ഓർഹിറ എന്ന് പറഞ്ഞ പാറയാണ്. ഹബീബ് നിന്ന് ആ മൈന്യൂട്ട് പോയിന്റ് നമുക്ക് കിട്ടും. അത്ര പവിത്രമായ സ്ഥലം ജബലുന്നൂർ. കയറണം.
മനസ്സിലായില്ലേ? ഇവിടുന്ന് മനസ്സോട് ദ്വാരുന്നോളി, അള്ളാഹ് തൗഫീഖ് തരും. പിന്നെ നിങ്ങളെ കൂടെ നമ്മളിലെ കൂടെ പിന്നെന്താ പ്രശ്നം? ഞാനിങ്ങനെ കൂടെ വരുന്നത് കൊണ്ടുപോകും. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പൊ ജബൽ കയറാൻ പോവാൻ ഇതുവരെ റമദാന് മുമ്പുള്ള ക്യാഷ് ഞാൻ പറഞ്ഞ 10 റിയാൽ, അങ്ങോട്ട് 5 റിയാൽ, ഇങ്ങോട്ട് 5 റിയാൽ. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയില്ല, നമ്മൾ പോവാം, ഒരുമിച്ച് പോയി നോക്കാം. അതായത് 1 റിയാൽ ഇന്ത്യയിൽ മാറ്റം ഉണ്ടാവുള്ളൂ ടാക്സിക്കാർക്ക് വരുന്ന എമൗണ്ട് കേട്ടാ. അത് കഴിഞ്ഞ് ഇത് നമ്മൾ 4-ാം ദിവസം ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം നമ്മൾ ജബൽ സൗർ കയറും. ഹബീബായ തങ്ങളും പാപ്പയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളും കൂടെ 3 ദിവസം താമസിച്ച സിദ്ദീഖ് തങ്ങളും പാപ്പാക്ക് ഹബീബായ തങ്ങളും പാപ്പ സ്വർഗം വാഗ്ദാനം കൊടുത്ത ആ പവിത്രമായ സ്ഥലമാണ് ജബലു സൗർ. കാണും നമുക്ക് വലിയ വാശിയാണ്. എൻ്റെ ഹബീബ് 53 വയസ്സ് കഴിഞ്ഞപ്പോഴും ഹിജറ പോകുമ്പോ ഹബീബ് എത്രമാത്രം ബുദ്ധിമുട്ടി കയറിയ മലയാണ്. ഹബീബായ തങ്ങൾ കയറുമ്പോ തങ്ങളെ കാൽപാദത്തിൽ ചെരുപ്പ് തട്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ രക്തമൊലിക്കാൻ തുടങ്ങി. എന്നിട്ടും തങ്ങൾ കയറി. ചിലയിടങ്ങളിൽ കാണാം സിദ്ദീഖ് തങ്ങളും പാപ്പ ഹബീബിനെ എടുത്തു കൊണ്ടുപോയി എന്ന് വരെ. അത്രക്കും തങ്ങൾ പാപ്പ വേദനിച്ചിട്ടായിരുന്നു മക്കയിൽ മദീന പോണേ. അന്ന് തങ്ങൾ താമസിച്ച ആ പവിത്രമായ മലയാണ് ജബലു സൗർ. കയറണം നമ്മൾ, മനസ്സിലായില്ലേ? അത് നമ്മളെ മനസ്സിൽ ഒരു വാശയുണ്ട്, എല്ലായിടത്തും എത്തും കേട്ടാ. അപ്പോൾ അത് കയറാൻ പോകുന്ന ദിവസം നമ്മൾ ചോദിക്കും ആരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 40 ആളുണ്ടെങ്കിൽ 30 ആളൊക്കെ ഉണ്ടാവും നമ്മുടെ യാത്രയിൽ. എല്ലാവർക്കും കൂടെ ചിലപ്പോൾ കഴിയുണ്ടാവില്ല. വരുന്നവരൊക്കെ നമുക്ക് കൊണ്ടുകൂട്ടാം. അപ്പോൾ ആ പോവാനും വരാനുള്ള ടാക്സി എമൗണ്ട് ഉണ്ടല്ലോ 10 റിയാൽ. ഞാൻ പറഞ്ഞൊക്കെ ഷാബാനുള്ള എമൗണ്ട് കേട്ടോ. ഇതിലെ ചിലപ്പോൾ കൂടി ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ആ മാറ്റം ഉണ്ടാവുള്ളൂ. 10 റിയാൽ. ഇപ്പൊ ഇത് മനസ്സിലായി, ശരാശരി ഒരു ചെലവ് മനസ്സിലായില്ലേ? ഇപ്പൊ മക്കയിൽ കഴിഞ്ഞു, ഇനി നമ്മൾ മദീനയിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ ടോട്ടൽ എമൗണ്ട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ശരാശരി 10 ദിവസം മക്കയിൽ താമസിച്ചു. അങ്ങനെ നമ്മൾ മദീനയിലേക്ക് പോവുകയാണ്. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക്. ഹബീബിന്റെ മദീനയിലെ മണ്ണ് വരെ ഷിഫാഇന്റെ മണ്ണാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ ഓരോ കാര്യങ്ങളും ഷിഫ ആണ്. മദീന ഹബീബിൻ്റെതാണ്. ഹബീബായ തങ്ങളും പാപ്പയുടെ ഇന്നും അവിടുത്തെ സാന്നിധ്യം ലൈവായി കൊണ്ട് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൊണ്ടോട്ടിക്കാരിയായ ഒരു സഹോദരിയുടെ സംഭവം പറഞ്ഞതായി കേൾക്കാറുണ്ട് നമ്മൾ ഉസ്താദുമാരൊക്കെ. ആ സഹോദരിക്ക് മുഖത്തൊരു അടയാളം വന്നത്രേ. അങ്ങനെ വല്ലാത്ത വിഷമമായി സ്വലാത്തുകൾ ഇങ്ങനെ അധികരിപ്പിച്ചു ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ ആ സഹോദരിക്ക് പരിശുദ്ധമായ ഉംറയ്ക്ക് അവസരമുണ്ടായി. മക്ക കഴിഞ്ഞു മദീനയിലെത്തി. മദീനയിൽ നിന്ന് ഉറങ്ങുന്ന സമയത്ത് ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്നത്രേ. പൊന്നുമോളെ, എന്താണ് മോള് വിഷമിച്ചിരിക്കുന്നത്? ആ മോള് പറഞ്ഞു, തങ്ങളെ, എൻ്റെ മുഖത്തുള്ള ഈ ഒരു പാട് എനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ഹബീബ് തടവി കൊടുത്തത്രേ. ആ കുഞ്ഞിന്റെ അസുഖം മാറിയെന്ന് നമ്മുടെ നാട്ടുകാരുടെ അനുഭവം നമ്മൾ ഉസ്താദുമാർ പറഞ്ഞതായി കേൾക്കാം. ഞാൻ പറഞ്ഞത് അത്ര പവിത്രമുള്ള സ്ഥലം അവിടെ ദുആഇന് ഇജാബത്തുണ്ട്. ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വിജയിച്ചില്ലേ? പ്രിയമുള്ളവരെ, പരിശുദ്ധ മദീനയിൽ നമ്മൾ 3 ദിവസം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ആ മദീനയിലാണ് നമ്മൾ, പരിശുദ്ധമായ മദീനയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഹബീബിനെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. ഹബീബിന്റെ മദീനയെ കുറിച്ച് നമുക്ക് പഠിക്കാം. എങ്ങനെ, എന്താണ് മദീന? ഇപ്പൊ നമ്മളെല്ലാവരും പച്ചക്കുപ്പനെ കാണല്ലേ, ഫോട്ടോ അല്ലേ? അതിനടുത്ത് കുറെ സിൽവർ കുപ്പ കാണല്ലേ? അതിനടുത്ത് വേറെ ഒരു കുരിപ്പുള്ള കുപ്പ ഉള്ളത് കണ്ടില്ലേ? എന്തില്ല? അപ്പൊ നമ്മൾ ആരും ചിന്തിച്ചോ എന്തിപ്പോ അതങ്ങനെ, ഇതിപ്പോ എന്തെങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? എന്താണെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അവിടെ. അപ്പോ എന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? ഞാൻ പറഞ്ഞാൽ അത് വെറുതെ വിഷയമല്ല. അതായത് എന്തുകൊണ്ട് മദീനയിലെ പച്ചക്കുപ്പയിൽ ഒരു കുനിപ്പുണ്ട്. നിങ്ങളൊന്ന് നോക്കോണ്ട് ഇന്ന് വീണ്ടും പോയിട്ട് പച്ചക്കുപ്പ സൂം ചെയ്തൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കുനിപ്പുണ്ടാവും. എന്താണ് അവിടെ ഒരു കുനിപ്പ്? അതിനടുത്ത് കുറെ സിൽവർ കുപ്പുകളുണ്ട്. അതെന്താണ് ഈ സിൽവർ കുപ്പുകൾ? ഒന്ന് വലുതാണ്, ബാക്കി ചെറുതാണ്. അങ്ങനെ ഹബീബിന്റെ ഹുജ്റത്തു ശരീഫിന്റെ അടുത്തൊരു മിനാറുണ്ട്. അപ്പൊ ബാക്കി എത്ര മിനാറുണ്ട്? ഇതെങ്ങനെ ഈ കോർണറിൽ എത്തിയത്? അതിന് ആ ഫോട്ടോ നോക്കിയ ഒരു കൂർപ്പുള്ളൊരു മിനാരം കാണാം. അങ്ങനെ അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് മദീനയെ കുറിച്ച്. മദീനത്ത് ഇരുന്ന് കൊണ്ട് ഇങ്ങനെ ലൈവ് കാണാം. എന്നിട്ട് അതാണ് പച്ചക്കുപ്പ. ഇത് വന്നത് ഇന്ന രൂപത്തിലാണ്. അതുപോലെ ഈ കാണുന്നത് സിൽവർ കുപ്പ, ഇതാണ് സംഭവം. അങ്ങനെ ഓരോന്ന് നമുക്ക് പഠിക്കുന്ന ഒരു സെക്ഷൻ. ഇതെല്ലാം നമുക്ക് അവിടുന്ന് സന്തോഷം പഠിക്കാം. അതെല്ലാം കഴിഞ്ഞ് പരിശുദ്ധമായ റൗള കയറണ്ട നമുക്ക്. ഹബീബായ തങ്ങളും പാപ്പ പറഞ്ഞല്ലേ, മാ ബൈന ബൈതി വ മിംബരി റൗദും മിൻ റിയാദിൽ ജന്ന ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറഞ്ഞ
റൗള, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം റൗളയിൽപ്പെട്ടതാണ്, സ്വർഗത്തിൽപ്പെട്ടതാണ്. അത് ചില മഹാന്മാർ പറയുന്നതായി കാണാം, അത് സ്വർഗത്തിൽ പെട്ടതാണ് എന്നുള്ളതും അല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ ഉണ്ടാവുന്നതാണ്. എന്തായാലും സ്വർഗവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. എല്ലാത്തിലുപരി നിങ്ങൾ ആലോചിച്ചു, ഈ ഹബീബിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലല്ലേ, മുത്തിന്റെ വീടിന്റെ അടുത്താണ് ഹബീബ് കിടക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ റൗള ഇത് ചാരികള്. അപ്പൊ ആ റൗളയിലെങ്ങാനും ഒരാൾക്ക് ഒരു നിമിഷം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നാളെ ജന്നാത്തുൻ നഈമിലേക്ക് അവർക്ക് റെക്കമെൻഡേഷൻ വരും എന്നൊക്കെ പറഞ്ഞാൽ കാണാം. അത്ര വലിയ മഹത്വമുള്ള പരിശുദ്ധമാക്കപ്പെട്ട റൗള. ആ റൗളയിലേക്ക് സമയം ചെലവഴിക്കാൻ അവർ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഓർത്തു പോവുകയാണ്, എൻ്റെ നാട്ടുകാരിയായ സഹോദരി, അവർ പോയ സമയത്ത് നമ്മൾ ഒരേ ബാച്ച്, അവർ വേറെ ബാച്ചുണ്ടായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ ആ ബാച്ചിന് റൗള കിട്ടിയില്ല. റോള കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ പോരാൻ സമയം പോരേണ്ടി വരും. റോള കിട്ടില്ല, ഫ്ലൈറ്റ് പോരൂലേ. അങ്ങനെ റോള കിട്ടിയില്ല, വലിയ വിഷമത്തിലായി. ഇവിടെ വന്നിട്ട് ഇപ്പോഴായി തത്ത പറയാറുണ്ട്, അത്രേ രണ്ടാമത് ഇനിയും പോകണം. ഇത്ര നഷ്ടങ്ങളാലോചിക്കുകയും അള്ളാഹ് നമുക്കെല്ലാവരും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ മക്കയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മദീനത്തെ വിഷയം പറയണ്ട, മദീനയിലൊക്കെ താമസമൊക്കെ ഒന്ന് പറയേണ്ട ആവശ്യമൊക്കെ അടുത്തായിരിക്കും ഉണ്ടാവാം. അപ്പൊ മദീനെ പരിചയപ്പെടാനൊന്നും ചെലവില്ല നമുക്ക് കിട്ടാം, റൗളക്കൊന്നും ചെലവില്ല. അങ്ങനെ മദീനയിൽ നമുക്ക് എന്ത് ചെയ്യാം, മദീനയിലേക്ക് ഹബീബായ തങ്ങൾ പാപ്പ വന്ന സമയത്ത് തങ്ങളെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം മസ്ജിദുൽ ഖുബ, അതുപോലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഒക്കെ ഓരോരോ ചരിത്രങ്ങൾ അവിടുന്ന് പറഞ്ഞുതരും. അതൊന്നും നമുക്ക് എന്തില്ല, ചെലവില്ല. ഉഹദ് യുദ്ധം നടന്ന സ്ഥലമൊക്കെ കാണാം. അതേ സമയത്ത് ഉഹദ് യുദ്ധം നടന്ന രണാങ്കണത്തില് അവിടെ ഇപ്പൊ എന്തുണ്ടായോ, അവിടെ ഒരു ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മലയുണ്ട്, സ്വഹാബത്ത് കയറി ചെയ്യുന്ന മലയാണ്. ഈ ഷഅബാൻ വരെ അയാളുടെ കയറിന് ഒരു ക്യാഷ് ചെലവില്ല. ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട്, ആ കയറിന് 10 റിയാൽ വേണത്രേ. ഇപ്പൊ പുതിയ വന്ന് നിങ്ങൾ യൂട്യൂബ് അടിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും, ലൈവായിട്ട് ഇപ്പൊ വന്ന നിയമമാണ്. ജബൽ റുമാത്ത് എന്ന നിങ്ങൾ ഉഹദിന്റെ ചരിത്രത്തിൽ കേട്ടില്ലേ, സ്വഹാബത്തിന്റെ മലയുടെ മുകളിൽ നിർത്തിയാണ്. ആ മല വേറെ ഒന്നുമില്ല, ആ മൈന്യൂട്ട് മല, ആ പോയിന്റ്, ആ മലയിൽ കഴിഞ്ഞ റമദാൻ വരെ ഫ്രീയാ. ഇപ്പൊ പുതിയ നിയമം വന്നാണ് കയറണയിൽ 10 റിയാൽ വേണം. ഏതായാലും അവിടുത്തെ ചെലവ് അതെല്ലാം കഴിഞ്ഞ് ഉഹദ് യുദ്ധത്തിൽ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാക്ക് തങ്ങളെ മുമ്പിൽ പൊട്ടിയതല്ലാതെ കേട്ടല്ലേ ചരിത്രത്തിൽ. അങ്ങനെ പൊട്ടിയപ്പോ സ്വഹാബത്ത് ഹബീബിനെ കൊണ്ടുപോയി ഇരുത്തിയൊരു ഗുഹ ഉണ്ട്, ഇന്നും നല്ല പരിമളം വീശുന്ന ഗുഹയാണ്. ആ ഗുഹ കാണാൻ പോവാന് അത് നമ്മൾ ഈ പാക്കേജ് പെട്ടില്ല, കാരണം അത് ഉൾനാടുകളിലുള്ള യാത്രയാണ്. അപ്പൊ നമുക്ക് കമ്പനി വക എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഉഹദ്, അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബ, ഖിബ്ലത്തൈൻ, മദീനത്തെ പള്ളി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പറയും ആരൊക്കെ സ്പെഷ്യൽ സിയാറൊക്കെ റെഡിയുള്ളവരുണ്ട്. സ്പെഷ്യൽ സിയാറ എന്താണ്? സ്പെഷ്യൽ സിയാറ ബേസിക് ആയി പറയട്ടെ, വിശദമായി അവിടെ പറയാനായിട്ടാ. അതായത് നമ്മുടെ നാട്ടിലുള്ള മലയാളി ഉസ്താദുമാര് അവിടെ വാഹനം കൊണ്ട് റെഡി ആയിട്ടുണ്ടാവും. ആ സ്പെഷ്യൽ സിയാറ പോയാലുള്ള ബെനിഫിറ്റ്, താല്പര്യമുള്ളവർക്ക് പോയാൽ മതി. അതിൽ പോയാലുള്ള ബെനിഫിറ്റ് ഒന്ന്, ഹബീബായ തങ്ങൾ പാപ്പാക്ക് സംസം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളമായിരുന്നു ബിദ്ർ ഖുർസ്. ഹബീബിന്റെ ജനാസ കുളിപ്പിച്ച കിണറാണ്. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ ഈ വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്ന ഹബീബ് പറഞ്ഞ ആ കിണർ, ഒറിജിനൽ കിണർ, അതിലത്തെ വെള്ളം കുടിക്കാൻ നമുക്ക് കിട്ടും. അത് പോകണമെങ്കിൽ സ്പെഷ്യൽ സിയാറയിലാണ് പോവേണ്ടത്. നമ്മൾ ഇതിലും ഈ ബസ് അങ്ങോട്ട് പോകില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഹബീബായ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റപ്പോൾ തങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലം നല്ല പരിമളം വീശുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് പോയി കാണാം. ഹബീബായ തങ്ങൾ സുജൂദിലായി കിടന്നിരുന്ന മലയുണ്ട്. ആ മലയുടെ മുകളിലേക്ക് തങ്ങളുപ്പാപ്പാക്ക് അള്ളാഹു വുളു കൊടുക്കാൻ വെള്ളം കൊടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് പോയി കാണാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ മുത്തനബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉൾനാടുകളിലൂടെ യാത്ര സ്പെഷ്യൽ ചെയ്യാറ്. അത് പെയ്ഡാണ്. താല്പര്യമുള്ളവർ പങ്കെടുത്തായി, ഒരാൾ പങ്കെടുത്തിന് പ്രശ്നമൊന്നുമില്ല കേട്ടാ. ഇങ്ങനെ എല്ലാം കൂടെ നമുക്ക് കൂട്ടി വരുമ്പോൾ സാധാരണ ഞാൻ എല്ലാ ബാച്ചും പറയല് റമദാൻ വരെ പറയും ഒരു 100 to 180 റിയാൽ കയ്യിൽ വെച്ചോളിന്നാ. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, ഒരു 200 റിയാൽ വെച്ചോളി. കാരണം എവിടെ ക്യാഷ് 5 വരെ 10 കൂടി അറിയില്ല, വെച്ചാൽ നഷ്ടപ്പെടാനില്ല. ഇപ്പൊ നമ്മൾ കൂടെ വന്നൊരു ഉമ്മ പറയാം, ഉസ്താദ് ഞാൻ ജബലു സൗറക്കില്ല, അപ്പൊ പിന്നെ ആ 10 റിയാൽ ചെലവില്ല. അതായത് പൊതുവിലൊരു പ്രവണത ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആ 200 റിയാൽ തരി. ആ സമ്പ്രദായം നമ്മുടെ സ്ഥാപനത്തിലില്ല, മനസ്സിലായില്ലേ? കുറച്ച് നേരം കൊണ്ടാവുള്ളൂ. ഇപ്പൊ പിരിയിട്ട് നമ്മൾ 12:30 1 മണിക്കുള്ളിൽ നിശാദ പിരിയും. അപ്പോ ആ പ്രവണത ഇല്ല. അതുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ, നമുക്കത് തോന്നും ഇപ്പൊ ഈ മൊയ്ല് ഇപ്പൊ എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ആകെ എക്കശൊക്കെ വരും. ഇത് മനുഷ്യന്റെ അവസ്ഥ, പൈസ അല്ലേ. അപ്പൊ പിന്നെ ഇതുവരെ പുഞ്ചിരിച്ച് നമുക്ക് പിന്നെ പുഞ്ചിരിക്കാനൊക്കെ എന്തോ കുറച്ച് കനം കൂടിയ പോലെ തോന്നും. അതിനൊന്നും ഞമ്മക്കും വയ്യ, എന്തിനാ വെറുതെ ഇങ്ങനെ വലിയ ഒരുപാട് നമ്മൾ ഏറ്റെടുക്കാൻ. അതായത് ഒരു ഉമ്മ പറയാ, ഉസ്താദ് ഞാൻ ജബലു സൗറക്കില്ല, ക്യാഷ് ചെലവില്ല. ഒരു ഉപ്പ പറയാ, ഞാൻ ഉണ്ട്, അപ്പൊ ടാക്സിക്കുള്ള പൈസ, അത് ഞാൻ ചില്ലറ പൈസ പറഞ്ഞേ. അപ്പൊ ഒരാൾ പറയാണ്, ഞാൻ ഇന്ന് തോയിപ്പിക്കില്ല, എനിക്ക് ചെറിയ പനിയുണ്ട്, എന്നാല് അതിന് എത്രയാണോ റിയാൽ അതിന് ചെലവില്ല, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, റിയാൽ കയ്യിൽ വെക്കാലോ.
അതേ സമയത്ത് ഒരു ഉമ്മയോ ഉപ്പയോ എല്ലാത്തിനും പങ്കെടുത്താൽ ശരാശരി ഇതുവരെ ചെലവ് വരാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പങ്കെടുക്കാത്തവരോട് നിങ്ങളെന്താ പങ്കെടുക്കാത്തത്, ആ പരിപാടി ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ നിർബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾക്കില്ല. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ സാമ്പത്തികം മനസ്സിലായില്ലേ? അതായത് പാക്കേജിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിലൊന്നും ചിലവില്ല. എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മതി. ജബുൽനൂർ ജബുൽ സൗർ കാണാൻ ചിലവില്ല. ഒരാൾ കയറണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് മാത്രമേ ചിലവുള്ളൂ. ഇത്രയും കാര്യം. ഇനി നമുക്ക് ഇപ്പൊ ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞു 10 ദിവസം മക്ക, 3 ദിവസം മദീന. ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോയിട്ടാ. പോകുന്ന വഴിയിൽ ബദറിൽ ഇറങ്ങും. ബദറിൽ ജബുൽ മറായി അവിടെ എല്ലാം കണ്ടൊക്കെ ചരിത്രം മനസ്സിലായിക്കൊണ്ട് പോട്ടാ ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ ഇവിടെ നമ്മൾ ബാഗിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയട്ടെ കേട്ടോ. ഒരു ബാഗ് ചെറുതും ബാഗും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 15 മിനിറ്റ് സംശയ നിവാരണ അവസരം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക്കായി മനസ്സിലായോ അതോ മൊത്തത്തിൽ പുകട്ട പോലായോ? ആ കൂടി എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ഇടങ്ങനായോ? എന്നാ ഓക്കെ. ഇതാണ് നമ്മുടെ ഹാൻഡ് ബാഗ്. ശ്രദ്ധിക്കണം, ഹാൻഡ് ബാഗ്. ഈ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇതിലാണ് നമ്മുടെ നമ്മൾ കരിപ്പൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ പാസ്പോർട്ട് കരിപ്പൂരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പാസ്പോർട്ട്, വിസ എല്ലാം ഇതിൽ വെക്കണം. പിന്നെ എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ജിദ്ദയിൽ എത്തുന്നവരെ അവിടെ എത്തിയവർ നമ്മൾ വാങ്ങും. അതുവരെ എവിടെ കൊടുത്താലും തിരിച്ചു വാങ്ങുകയും വേണം. മനസ്സിലായില്ലേ? ആ ഇതിൽ വെക്കേണ്ടത് ആ ഒരു പുരുഷന്മാരുടെ ഇഹ്റാം വസ്ത്രമൊക്കെ ഇതിൽ വെക്കണ്ടേ. ഓക്കെ, ഇനി ഇതിൽ വെക്കാൻ പാടില്ലാത്ത പറയട്ടെ. ഇതിൽ വെക്കാൻ പാടില്ലാത്ത പവർ ബാങ്ക് വെക്കേണ്ടത് ഇതിലാണ്. പവർ ബാങ്ക് ഇതിലാണ് വെക്കേണ്ടത്. അടുത്തുണ്ട്, മനസ്സിലായണോ? പവർ ബാങ്ക് മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലാവേണ്ട ആവശ്യമില്ല. അതെന്തോ സംഭവം ഒന്നുമല്ല. വെക്കുന്നവർ അറിഞ്ഞാൽ മതി. അതെന്തോ സംഗതി അയച്ച് പേടിക്കണ്ട. അത് കാരണം അത് ലഗേജിൽ വെച്ചാൽ അവിടെ സൈറൻ അടിയും, സ്കാനറിൽ കയറുമ്പോൾ. അതുകൊണ്ട് ഇതിൽ വെക്കാം. ഇനി കത്രിക, കത്തി, ബ്ലേഡ് ഉണ്ട് ആ ലിസ്റ്റിലില്ലേ, അതൊന്നും ഇതിൽ വെക്കാൻ പാടില്ല. അത് ഇതിലേ വെക്കാവും. ഓക്കെ, ഇനി നമ്മൾ മറ്റു കാര്യം, ഇതിൽ നമ്മൾ ഡ്രസ്സുകൾ പ്രധാനപ്പെട്ടില്ലേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ നമുക്ക് അലോഡായത് 25 കിലോ മാത്രമാണ്. അത് പിന്നെ നമ്മൾ ഹാൻഡ് ബാഗ് ആക്കി 7 കിലോ ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ കുറേ നമ്മളെ മക്കളോ പേരക്കുട്ടികളൊക്കെ എന്ത് ചെയ്യും, വല്യമ്മ പോകാല്ലേ വെച്ചിട്ട് ഇനി വല്യമ്മ ഡ്രസ്സ് ഇടാനില്ല കുടുങ്ങാൻ വെച്ചാൽ 5-10 കൂട്ടം വെച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോഴും നമ്മളെ കൂടുതലുള്ളവരൊക്കെ ഈത്തപ്പഴം വാങ്ങാനൊക്കെ പോകും. ഓരോന്നിങ്ങനെ പോകും സ്വാഭാവികമായിട്ടും. അപ്പം നമ്മളെ മനസ്സിലുണ്ടോ, ശരിയാണല്ലോ, ഞാൻ ഇപ്പം നാട്ടിൽ പോയി എനിക്കും വാങ്ങണല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് തൂക്കുമ്പോഴായിരിക്കും 25 കൂടും എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കൊണ്ടുപോയോ അതിൻ്റെ ബാക്കിയേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ 15 കിലോ ഉണ്ട് ഈ ബാഗ്. അപ്പം ഈ ബാഗ് തിരിച്ചു വരുമ്പോൾ 15 കിലോ സ്വാഭാവികം ഉണ്ടാവില്ലേ. ഡ്രസ്സാണെങ്കിൽ ഉണ്ടാവില്ലേ, ഫുഡൊക്കെ ആണെങ്കിൽ കഴിച്ചു. അപ്പോൾ 15 പിന്നെ എത്ര പറ്റുള്ളൂ, 10 കിലോനെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയണം എന്ത് ചെയ്യുക, ഡ്രസ്സ് കുറക്കാം. ഒരു 3 കൂട്ടം മാക്സിമം. മരണം 25 + 7 പറഞ്ഞാൽ 37. അത് ഞാൻ പറയാം, ഓരോ ഫ്ലൈറ്റിൽ മാറ്റി. ഈ എയർ ഇന്ത്യയിലാണെങ്കിൽ 30 കിലോ പറ്റും. ഓരോ ഫ്ലൈറ്റിന് ഡിഫറൻറ്റ് കേട്ടോ. എയർ ഇന്ത്യയിൽ 30 കിലോ ഉണ്ട്. പക്ഷെ ഒരു ഗുണത്തിന് ദോഷമുണ്ട്. എയർ ഇന്ത്യ സംസം അല്ലല്ല, സംസം വേറെ. സംസം ഇതില്ല. അത് പറഞ്ഞപ്പോൾ സംസം എന്നെ എല്ലാവരും അറിയിപ്പിന് കഴിഞ്ഞ റമദാൻ വരെ 12 രൂപ 50 പൈസ റിയാൽ കൊടുക്കണം. അത് എനിക്കും കൊടുക്കണം, ഉസ്താദിനായിട്ട് ഫ്രീ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. സംസമ് നമ്മൾ ബോക്സായി കിട്ടാൻ മക്കത്തൊന്നും മതിയിൽ എത്രയും കുടിക്കുക, എത്രയും കന്നാസിലാക്കുക, ബാഗിൽ ഐഡിയ പോലെ കൊണ്ടുവരാം. പക്ഷെ അവിടുന്ന് കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, ഔദ്യോഗിക കുപ്പി, അത് എയർപോർട്ടിൽ നിന്ന് വാങ്ങാം. അതിന് 12 രൂപ 50 പൈസ റിയാലാണ് ഈ കഴിഞ്ഞ റമദാൻ വരെ. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം കൊണ്ട് എനിക്കറിയില്ല. ആ ഒരു ശരാശരി അത് ഞാൻ പറഞ്ഞാൽ അറിയോ, അവിടെ ചിലർ സംസമിന് പൈസ ആയിരിക്കും. സംസമിനല്ല ക്യാഷ്. സംസം ഒത്തിരിയും മുടിക്കുക. ഇങ്ങോട്ട് നിയമപരമായി കൊണ്ടുവരണമെങ്കിൽ ആ ക്യാഷ് അക്ക ഞാനിപ്പോൾ റിയാൽ പെട്ട് നമുക്ക് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ ശരാശരി 200 റിയാൽ കയ്യിൽ വെച്ചുകൂടി തന്നെ കേട്ടോ. ഇതെല്ലാം പെട്ടു. ഇനി അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക, അത്യാവശ്യം ഡ്രസ്സൊക്കെ. കാരണം അവിടെ നമ്മൾ ഡ്രസ്സ് അലക്കിയിട്ടാൽ ഒരു 1/2-3 മണിക്കൂർ ഉണങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഡ്രസ്സ് വെറുതെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ സുഖം എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം പറഞ്ഞത് എൻ്റെ ഓർമ്മ, ഞാൻ പറഞ്ഞ് വിട്ടതിനോ ഓർമ്മ അല്ല. നിങ്ങൾ ചോദിക്കൂ. സമയം അതായത് 8-ാം തീയതി 3 മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടത്. അത് കറക്റ്റ് 3-3:30 ടൈം ഞാൻ ഗ്രൂപ്പിൽ എഴുതി അയച്ചിട്ടോ. ആ സമയമാണ് നമ്മൾ ഫ്ലൈറ്റ് 6 മണിക്കാണ്.
കേട്ടില്ല. വൈകുന്നേരം വൈകുന്നേരം 6 മണിക്ക് ഇങ്ങനെ വെച്ച് ഫ്ലൈറ്റ് തന്നെ ഇൻഡിഗോ. അതോണ 25 രൂപ ഫ്ലൈറ്റ്. ഇൻഡിഗോ നമുക്ക് ധൈര്യത്തിൽ പോവാം. അതാണ് ചോദിക്കൂ. എയർപോർട്ടിൽ അത് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഉണ്ടാവില്ലേ, ഞാൻ കറക്റ്റ് എഴുതിയിട്ട് അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് 3 മണിയാണ് 6 മണിക്ക് കയറണം. നമുക്ക് എയർപോർട്ടിലേക്ക് അകത്ത് കയറണം 6 മണിക്ക്. അപ്പം നമ്മൾ 3 മണിക്ക് എന്ത് ചെയ്യണം? അവിടെ എത്തിയാലും അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പം ഇനി ചിലർ ഫോണിൽ ഉസ്താദ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങേണ്ടി വരും. അതില്ല. ഇപ്പം നമ്മൾ എറണാകുളത്തേരുണ്ട് ഇവരൊക്കെ 3 മണിക്ക് എത്ര രൂപത്തിൽ എത്താം കേട്ടാ. പിന്നെ എയർപോർട്ടിൽ നിന്നൊരു ഫുഡ് കിട്ടും നമുക്ക്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വക ഫുഡ് ഉണ്ടാവും. അപ്പോൾ ആ ഫുഡ് കഴിച്ച് നമ്മൾ ഏകദേശം ഒരു 7 മണിക്കൂർ ശരാശരി യാത്ര ഉണ്ടാവും മക്കത്തേക്ക്. അപ്പോൾ നമ്മൾ പ്രായമുള്ളവരാകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് വിശക്കും. അതിനങ്ങ് വിശക്കും തോന്നുന്നവരുണ്ടെങ്കിൽ എല്ലാവരും കുറിച്ചാണ് അങ്ങനെയുള്ളവരുണ്ട്. ഒരു നേന്ത്രപ്പഴം നീ കൈ വെച്ചുകൊണ്ട് കാരണം അവിടുന്ന് കയറി നമ്മൾ മക്കന്നല്ല ഫുഡ് ഇട്ടാ. ഇതെന്താ പറഞ്ഞാലോ, ആരൊക്കെ വിശക്കൊക്കെ വന്നു കഴിഞ്ഞാലേ പിന്നെ നമ്മൾ യാത്ര ഒക്കെ ബുദ്ധിമുട്ടായി പോയി. ഓരോരുത്തർക്ക് അവരാനറിയാലോ. ചോദിക്കൂ. ഇത്താത്തൊക്കെ ചോദിക്കാല്ലേ? തുറന്ന് ചോദിച്ചോളൂ. സംശയങ്ങൾ ബാക്കിയൊക്കെ ഉണ്ടാ. ഏ 200 റിയാൽ ഇന്ത്യൻ മണിയാണ് ശരാശരി 10,000 റുപ്യൻ്റെ അടുത്തുണ്ടാവും. ഇൻറ്റു 26 അടിച്ചാൽ മതി അല്ലേ? 220 ഉണ്ടാവും. ഇൻറ്റു 26 അടിച്ചാൽ ഇന്നത്തെ 26 എത്ര? സോറി പറഞ്ഞ മാറിപ്പോയിട്ടോ അവിടെ 200. അപ്പൊ അത് പറഞ്ഞ മാറിപ്പോയതാ. 5000 സംതിങ് റുപ്യ. 10,000 പറഞ്ഞ മാറിപ്പോയത്. സോറി. ഇന്ത്യൻ മണി ഒരു 5, 500, 6 ഇഞ്ചില്. പിന്നെ കാര്യമുണ്ട്, ഈ 200 റിയാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള സാധനം വാങ്ങാനുള്ളത് പെടുത്തത് കേട്ടോ. 45 റുപ്യ സിമ്മിനാണ് റിയാൽ അതൊന്നും എത്തിപ്പെടുത്തത്. ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എടുക്കാനുള്ള വേറെ മാറ്റിച്ചോന്നാ പറഞ്ഞത്. സിം എടുക്കാൻ എല്ലാവരും തയ്യാറാവണ്ട. അലക്കണോ? അതൊന്ന് ഉമ്പറിന്റെ പെട്ടല്ല. നമുക്കൊരു മനസ്സിന് സന്തോഷം ചെയ്യാം, അത്രേ ഉള്ളൂ. അതാണ് നല്ലതാണ്. കാരണം ഈ കടയിൽ നിന്നാണ് കമ്പനി എന്നൊക്കെ വരുന്നല്ലേ, അത് ഫ്രഷ് ആവണം നല്ലത്. പക്ഷെ അത് നിബന്ധന പെട്ടല്ല. ഒന്നിലോ അതോ അത് ചെരുപ്പണ. നമ്മൾ ഹറമിലേക്ക് പോകുമ്പോഴേ ചെരുപ്പണ. ആ ചെരുപ്പണ ഇതാ. അത് ചോദിക്കൂ. സിമ്മ് ആ സിമ്മ് ചിലർ പറയും. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരാൾക്ക് പോലെ സിമ്മ് എന്ന് പൊതുവെ നമ്മൾ വിശ്വസിക്കും. നമ്മൾ ഈ മക്കത്തെ അവസ്ഥ അവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും ഒരുപോലെ ആവൂല. ചിലപ്പം കയ്യിൽ നിന്ന് ശരിക്കും കൂട്ടം വിടുമ്പോഴല്ലേ സിമ്മ് ആവശ്യം തന്നെ. കൂട്ടം വിടാതെ തന്നെ എന്നാണ് പ്രശ്നമല്ലേ. അപ്പോൾ ഭാര്യയും ഭർത്താവും നമ്മൾ തോഫ് നടന്നുകൊടുക്കുകയാണ്. അപ്പോഴൊക്കെ ഭാര്യയാണ് കൂട്ടം വിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു സിമ്മിന് ആകെ 45 ഉള്ളതെന്നു അപ്പോഴേ നമുക്ക് ആലോചിക്കാം. അപ്പൊ ആ വല്യമാരെ ആലോചിച്ച് 200 റിയാലാണ് പോയത്. ആ 45 സിം ഉണ്ടായത് എന്നെ വിളിക്കുന്ന വല്യമാക്ക്. മനസ്സിലായല്ലേ? ഞാൻ പറഞ്ഞത് സിം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാന്നാ പറഞ്ഞത്. ഇനി ഇല്ലാഴ്ച എന്തോ പ്രശ്നമില്ല, ഉണ്ടായാൽ ഏറ്റവും ബെറ്ററാണ്. എവിടെയും കുടുങ്ങിയാലാണ് ഇതിന്റെ സിമ്മിന്റെ ഉപയോഗം അറിയാം. ഒക്കെ പോട്ടെ, ഒരു ഉമ്മാനെ കാണല്ല. എനിക്ക് അങ്ങോട്ട് വിളിക്കണമെങ്കിൽ തന്നെ ഒരു നമ്പർ വേണ്ടേ? എനിക്ക് അങ്ങോട്ട് നിങ്ങൾ എവിടെയാണ് ഇത്താത്ത ചോദിച്ച് ചെല്ലണമെങ്കിലും അതാ ഉദ്ദേശിച്ചത്. അവിടുന്ന് റീചാർജ് ചെയ്യണം. പക്ഷെ പലരും എന്താ ഈ പ്രവാസികളുടെ സിമ്മും കൊണ്ട് വരാറുണ്ട്. എന്നിട്ട് അവിടുന്ന് റീചാർജ് ചെയ്യും. പക്ഷെ ആ സിമ്മിന് ഓഫർ ഉണ്ടാവില്ല, അത് നഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ കൂപ്പണാണ് കിട്ടാൻ നമുക്ക് ഒരു മിനിമം 30-40. അപ്പം എത്ര ഉണ്ടാവുമല്ലോ, 6 റിയാലേ ഉണ്ടാവും. അത് കുറച്ച് പിടിക്കുമ്പോൾ തീർന്നു ചെയ്യും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് നമുക്ക് ഈ 45 സിമ്മാണ് ഓഫർ സിമ്മ ഉണ്ടാവുക. പുതിയ സിമ്മാണ്. അപ്പം അത് ഉമ്രക്കാർക്കുള്ള സിമ്മാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് നല്ല ഓഫർ ഉണ്ടാവും. സിമ്മിനെ കൊണ്ടുവരാൻ കുഴപ്പമില്ല. ഈ പ്രോഫിറ്റ് ഒന്നും ഇല്ല, ലാഭമല്ല. ചോദിക്കൂ. ഒരു 5 മിനിറ്റ് ചോദിക്കാൻ അവസ്ഥ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിരിയാം. പറഞ്ഞുതരാം.
ആ മരുന്ന് കാര്യങ്ങൾ ഡ്രസ്സ് അപ്പൊ പറഞ്ഞ അതായത് ഇപ്പൊ ഇത്ര വെച്ച് മദീന പോകുമ്പോ പുതിയ ഡ്രസ്സ് അല്ലേ അല്ല വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ എല്ലാം അല്ലെ. ആ ഹബീബിന്റെ അടുത്തേക്ക് നമ്മളെ ജീവിതത്തിൽ വലിയ സ്വപ്നം കൊണ്ട് പോവാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് അങ്ങോട്ട് മക്കത്ത് നിന്ന് പോകുമ്പോഴല്ല, മദീനത്ത് എത്തിയിട്ട് റൂമിൽ നിന്ന് ഹബീബിന്റെ അടുത്ത് പോകും. രണ്ട് പോക്കാം. മറ്റേതും വലിയ യാത്ര അല്ലേ, ഒരു 5-6 മണിക്കൂർ യാത്രയാണ്. അവിടെ നിന്നല്ല, മദീനത്തെ റൂമിൽ നിന്ന് ഹബീബിന്റെ അടുത്ത് പോകില്ല. അപ്പം പുതിയ വസ്ത്രം നല്ലതാണ്, നിർബന്ധമല്ല, നല്ലതാണ്. ആ റൂമിൽ പോകുമ്പോൾ പിന്നെ നിങ്ങൾ മരുന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥിരമായി നമ്മളുണ്ട് ചില ആൾക്കാർക്ക് എപ്പോഴെങ്കിലും വരുന്ന അസുഖങ്ങൾക്ക് അത് കുഴപ്പമില്ല. അതേപോലെ ചില ആൾക്ക് സ്ഥിരം കുടിക്കുന്ന ഗുളികളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ ഡോക്ടറെ എഴുത്ത് വാങ്ങാം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ കാണിക്കാൻ. ഓക്കെ. പിന്നെ പൊതുവിൽ നമ്മളെ ഉംറ ബാച്ചിലെ അനുഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ പനിൻ്റെ ഗുളിക അവിടെ എഫക്റ്റ് കുറവാണ്. പലപ്പോഴുള്ള അനുഭവമാണ്. ഇപ്പോൾ ഒരു ഇത്താതെ പനി പിടിച്ച് ഇവിടുന്ന് കൊണ്ടേ ഗുളിക വെച്ച് അതേ സമയത്ത് അവിടുത്തെ ഗുളിക വെച്ചാൽ നല്ല പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും കൊണ്ടുപോയിക്കോളി, കൈ പിടിച്ചോളൂ. കഴിഞ്ഞോ? ഞാൻ എൻ്റെ ഓർമ്മയിലും ഒന്ന് മറന്ന് ചോദിച്ചോളൂ. ഇതെന്താ പറയുക, നിങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ചോദിക്കാൻ എന്താ ചെയ്യാവോ? പാസ്പോർട്ട് എല്ലാവർക്കും പാസ്പോർട്ട് എയർപോർട്ടിൽ നിന്നാണ് തിരിച്ചു തരാം നമ്മള്. ഇപ്പൊ എല്ലാം വാങ്ങട്ടെ നമ്മള്. പാസ്പോർട്ട് എല്ലാവരും തരാം കേട്ടോ. പിന്നെ അങ്ങ് പോയിട്ട് മക്കൾ മതി. അതിപ്പോൾ വരാൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പം പിന്നെ കാര്യം, നമ്മൾ ജബലു സൗറ് കയറാൻ പോകുന്ന സമയത്ത് ജബൽ നൂർ കയറുമ്പോൾ സുബീക്ക പോവാ. അപ്പോൾ മൊബൈൽ ടോർച്ചോ അല്ലെങ്കിൽ സാധാ ടോർച്ചോ ഉള്ള എന്ത് കൈ പിടിക്കുക, മനസ്സിലായില്ലേ? മൊബൈൽ ടോർച്ച് അല്ലെങ്കിൽ സാധാ ടോർച്ച് ഇങ്ങനെ കൈ പിടിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ സുബീക്ക് നമ്മളെ ഇനി അവിടുത്തെ നിയമം മാറിന് ചിലപ്പോൾ ഈ സുബീക്ക് പോകാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അത് ചിലപ്പോൾ പകലേ പോകാൻ പറ്റും, അങ്ങനെ കുഴപ്പമില്ല. സാധാരണ നമ്മൾ പോലെ 3 മണിക്കാകുമ്പോൾ റൂമിൽ പോലെ ആ സമയത്ത് പോകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും. പിന്നെ ഇപ്പം ജബൽ സൗറൊക്കെ ഡെവലപ്പായി എന്നാണ് കേൾവി, നമ്മൾ പോയില്ല ഇപ്പം. അതുകൊണ്ട് കുറേ വഴിയൊക്കെ എളുപ്പമായിരിക്കും. ചെറിയ ടോർച്ച് കൈ വെച്ചാൽ അതൊക്കെ ആവശ്യം വരുമ്പോൾ ഒന്ന് അടിച്ചോക്കി പോകണമെങ്കിലൊക്കെ അല്ലാ. പിന്നെ ഇനി എന്തെയ്യണ്ട സംശയം, ഒരു തട്ടം ഒരാൾക്ക് ആരും കരിപ്പൂർ ടു ജിദ്ദ, ജിദ്ദ ടു മക്ക, മക്ക ടു മദീന, മദീന ടു ജിദ്ദ, ജിദ്ദ ടു കരിപ്പൂർ. കൺഫ്യൂഷനായോ? മദീന പോയിട്ട് കരിപ്പൂരിൽ ജിദ്ദയിലേക്ക് വരും. അത് ഞാൻ പറഞ്ഞ സാധനം വാങ്ങാനാണ് നമ്മൾ 2 രൂപം ചെയ്യാറുണ്ട്. നിങ്ങൾ എല്ലാവർക്കും താല്പര്യമുണ്ട് വല്യമ്മാനത്ത് സിയാർത്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് നമ്മളെ മഖബറത്തു ഹവ്വാവുമായ സിയാർത്ത് ചെയ്യുക. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ തലവെട്ട് നിയമമുണ്ടല്ലോ, കൊന്നവനെ ആ നിയമം നടപ്പിലാക്കിയ പള്ളി കാണാം. അതുപോലെ തന്നെ അവിടെ കോർണിഷ് പള്ളിയിൽ മനോഹരമായ കാഴ്ചയുണ്ട്. അതുപോലെ നാട്ടിലേക്ക് പോരുന്ന പർച്ചേസിനായിട്ടുള്ള ഒരു യാത്ര അങ്ങനെ ഉണ്ടാവാറുണ്ട്. താല്പര്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോവും, മനസ്സിലായില്ലേ? അത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, മക്കന്ന് മദീനത്തൊക്കെ അവിടെ പർച്ചേസ് ഏരിയ ഉണ്ട്, നമ്മൾ വേണമെങ്കിൽ കൂടെ വന്നിരും, അത് നിശ്ചയമല്ല കേട്ടോ. അത് പറ്റില്ല. മദീന പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോകാം. അത് നമ്മളെന്താ മക്കത്തുള്ള ദിവസത്തെ ഒരു ദിവസം പോവുക, അതായത് നാളെയോ മറ്റന്നാളോ മദീന പോവും. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ജിദ്ദയിൽ പോയി അത് കൊണ്ടുപോകും. കാരണം എന്താ പറയുക, നമ്മൾ പിന്നെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ജിദ്ദക്ക് വരുന്ന ഫ്ലൈറ്റ് ടൈം കറക്റ്റാക്കി വരാം. ആ സമയത്ത് അങ്ങോട്ടും കൂടെ ആയി കഴിഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ. നിലവിൽ നമ്മൾ ഓർമ്മയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാ ചോദിച്ചോട്ടാ. പിന്നെ ഇനി പോയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറില്ല എല്ലാവർക്കും, നമ്മളെ പൂജ ഇട്ട അവസാനമല്ലേ, അതിലേക്ക് വിളിക്കുക. ഇൻ കേസിൽ ഫോൺ എടുക്കാതിരുന്ന വേഗം വാട്സപ്പിൽ വോയിസ് ഇട്ടേക്കാം. എല്ലാ കാര്യം ചോദിക്കണേ, അറിയണം. പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ പറയാം, മക്കളോടും മറ്റുള്ളവരൊക്കെ. അവർക്ക് അതായത് റൗളക്ക് ഇപ്പോൾ ഉള്ളൊരു നിയമമാണ് ആപ്പ് വഴിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, ആ സിസ്റ്റം മുഷ്കിൽ. അപ്പോൾ ഈ ഉമ്മാർക്ക് എല്ലാവർക്കും കൂടി ആപ്പ് വഴി എടുക്കുമ്പം ചിലപ്പോൾ ഒരു ഉമ്മാക്ക് രാത്രി, മറ്റേ ഉമ്മാക്ക് ഉച്ചയ്ക്ക്, ഇങ്ങനെയൊക്കെ ഡിസോർഡർ സംഭവിക്കുന്നുണ്ട് പലപ്പോൾ. ഇത് ഇത്ര ആളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സുഹൃത്തുണ്ട് റൗള എടുത്തു കൊടുക്കാനായിട്ട്. അതായത് അവിടെ ഉള്ളവർക്ക് ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ.
അവരെന്ത് ചെയ്യും, മൊത്തം ലേഡീസിന് ഒരു ടൈം വരും, മൊത്തം പുരുഷന്മാർക്ക് സമയം ഏറ്റവും ബെറ്ററാണ്. അത് ചെറിയ 5 റിയാൽ എന്തോ കൊടുക്കേണ്ടി വരും, ചെറിയ റിയാൽ കൊടുക്കണം. പക്ഷെ എന്താ അറിയോ, എനിക്ക് ഓർമ്മയുണ്ട് മുമ്പ് നമ്മൾ ചെയ്തതെന്നറിയാം, ഈ പലന്മാർക്കും മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ പലന്മാരുടെ അവസ്ഥ എന്താ, ഇവിടെ റോഡൊക്കെ അവിടെ കാണിക്കണ്ടേ, ആ മൊബൈൽ ഓഫായി ഉണ്ടാവും, എന്നിട്ട് തിരിച്ചു പോരും. എന്ന് ഒരു ഉമ്മ രാത്രി 2 മണിക്ക്, ഒരു ഉമ്മളത് സുബിക്ക് 5 മണിക്ക്, ഇങ്ങനെ ബുദ്ധിമുട്ട്. അതിനൊക്കെ പരിഹാരമാണ് അവിടെ നമുക്ക് ഒരുമിച്ച് എടുത്തുന്ന ടീംസ് ഉണ്ട്, അവരെ ബന്ധപ്പെടും, അവർ മൊത്തം റോഡ് ഒരുമിച്ച് വരും. ഓക്കെ, റമദാന്റെ കാര്യം കേട്ടോ. ആ മദീനത്ത് നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിൽ. മക്കയിൽ 10, മദീനയിൽ 3. നാട്ടിൽ എത്തുമ്പോൾ 15-ാം ദിവസം ഇവിടെ ഇറങ്ങുള്ളൂ. പോക്കും വരവെല്ലാം കൂട്ടി 15-ാം ദിവസം ഇവിടെ കരിപ്പൂരിൽ ഇറങ്ങും നമ്മൾ കേട്ടോ. കഴിഞ്ഞാ സംശയമല്ലേ, പിരിയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തോടെ പരിശുദ്ധമായ ഉംറ ചെയ്ത് തിരിച്ചു പോരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിനയത്തോടെ പറയാനുള്ളത്, നമ്മളെന്ത് ചെയ്യണം, ഞാനൊരു യാസീൻ ഓതാൻ പറഞ്ഞ ഓർമ്മയിലേക്ക് എല്ലാവർക്കും അത് നിങ്ങൾ മുടങ്ങാൻ പതിവാക്കും. ഇത് നമ്മൾ ഉസ്താദ് പറയുന്ന കാര്യം കേട്ടാ, അത് കറക്റ്റ് പതിവാക്കാം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ദ്വാരക്ക. പഠിച്ചോനെ, എനിക്ക് എത്രയെന്നല്ല, എൻ്റെ കൂടെ എന്നെപ്പോലെ ആഗ്രഹിച്ച ഒരുപാട് ഉപ്പാരുമാരുണ്ട്, അവർക്കൊക്കെ റാഹത്തായി ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദ്വാരക്കാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഞമ്മക്കും ദ്വാരക്കണം. നിങ്ങൾ എല്ലാവരും ഉഷാറായി, മുദീറിന് സുഖമില്ലാതെ അവൻ പ്രശ്നമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഹിദ്മയുമായി വരുന്ന ഉസ്താദിനും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ റാഹത്തിലാവണേ എന്നുള്ള ദുആ എപ്പോഴാണ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം, പറയാം, മനസ്സിലാക്കാം. ഒരിക്കലും നമ്മൾ എന്തായി പോയത്, തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മൾ ഈ ഒരു സൗഹൃദം ഉണ്ടല്ലോ, അതിൽ കരട് കൊടുക്കരുത്. മനസ്സിലായല്ലേ? എന്ത് വിഷയമാണ് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ആ ഒരു നീതി ഉണ്ടായ എപ്പോഴും വിജയിക്കുന്ന പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തരാനുള്ള ഉറപ്പെന്താ, നമ്മളെ സ്ഥാപനത്തിന് മുദീറായിട്ടാണ് നമ്മൾ വരുന്നത്. എന്നാൽ വേറെ ട്രാവൽസിന് അമീറല്ല നമ്മൾ, ഹസന ട്രാവൽസ് നമ്മുടെ സ്ഥാപനം. അതുകൊണ്ട് നിങ്ങൾക്ക് മർദിയാവാൻ വേണ്ടി എല്ലാവിധ കഷ്ടപ്പാടും നമ്മൾ തയ്യാറാണ്. മനസ്സിലായല്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ടതുപോലെ ഖിദ്മ എന്ന ആഗ്രഹത്തോടെ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അതിനുള്ള തൗഫീഖ് നിങ്ങളെല്ലാം ദ്വാരക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യവും ആരോഗ്യം ഉണ്ടെങ്കിൽ പരിശുദ്ധമായ മക്കയിലെയും മദീനയും എല്ലാ മുക്കുമൂലയും നമുക്ക് അറിയാവുന്നൊക്കെ പോയി കാണാം, അറിയാം, അനുഭവിക്കാം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അപ്പം പറയട്ടെ. പിന്നെ നമ്മളെല്ലാവരെയും ബാഗ് ഒരേപോലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടാൽ ജിദ്ദ എയർപോർട്ടിൽ എത്തുമ്പോൾ ഈ ബാഗ് ഇങ്ങനെ ബെൽറ്റുമ്പോൾ ഇങ്ങനെ കറവും. അപ്പോൾ ഓരോരുത്തരെടുത്ത് ബാഗ് നോക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ള 2 വഴികൾ. ഒന്ന്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമ്മളൊക്കെ പ്രായമുള്ള ഉപ്പാരാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ശൈലി ഉണ്ടല്ലോ. പണ്ട് നമ്മളൊക്കെ കൊടുത്തി കമ്പ്യൂട്ടർ, അത് നിങ്ങൾക്ക് അവിടുത്തെ വായിക്കാൻ തിരിയില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വലിയ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഇപ്പം നബീസു ആണെങ്കിൽ വലുതാക്കി മലയാളത്തിൽ നബീസു എന്ന് ചെയ്താൽ അത് പ്രശ്നമില്ല. എന്തിനാ മനസ്സിലാവാനത്, നീ നബീസുണ്ടോ ഉണ്ട് പഠിച്ചോലെ, ഞാൻ വേറെ നബീസോ ഉദ്ദേശിച്ചു. ഒന്നാമത് കാര്യമായിട്ട് അത്. രണ്ടാമത് കാര്യം എന്താ അറിയോ, പെട്ടെന്ന് മനസ്സിലാവും. ഈ സാധനം ഉണ്ടല്ലോ, ഈ കെട്ട്, ഇതിമെന്താ ചെയ്യാറ്, റിബണില്ലേ, ചുവപ്പ് കറുപ്പ് അല്ലെങ്കിൽ ചുവപ്പ് വെള്ള, അങ്ങനത്തെ റിബൺ കെട്ടിക്കഴിഞ്ഞാൽ കുറേ ബാഗ് വരുമ്പോൾ നമ്മളെ ബാഗ് വേഗം മനസ്സിലാവും. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അയൽവാസികളൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ തരാണെങ്കിൽ ആരും ഏറ്റെടുക്കണ്ട. നിങ്ങൾ ഏറ്റെടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ തന്നെ, നമ്മൾ സ്ഥാപനത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, നല്ല റാഹത്തോടെ പരിശുദ്ധമായ ഉംറ ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാതൊരു വിഷമമില്ലാതെ ഹബീബിന്റെ മദീനയിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നങ്ങ് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ഹുജ്റത്തു ശരീഫ് കൺകുളിർമ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രകളിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കല്ല അല്ലാഹ്. ഒരുപാട് കാലത്ത് ഞങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത്. അസുഖം കൊണ്ടോ മറ്റോ യാതൊരു തടസ്സവും ഉണ്ടാക്കല്ല തമ്പുരാനെ. സാധുക്കളായ ഞങ്ങൾക്ക് ഈ ഒരു സൗഹൃദത്തിൽ, ഈ ഒരു സ്നേഹത്തിൽ ഒരു കുടുംബം പോലെ പോയി തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കയറണം, നിങ്ങളെ കുടുംബക്കാരെയും കയറ്റണം. എന്തിനാ നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ നമ്മളെ അപ്ഡേഷൻ ഫുള്ള് ഗ്രൂപ്പിലാണ് ഉണ്ടാവാം.
ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടൂല, ഒക്കെ ഗ്രൂപ്പിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ലിങ്ക് ഇന്ന് ഗ്രൂപ്പിലുണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുക്കാം. എല്ലാവരും കയറിക്കോട്ടെ, നമ്മൾ യാത്ര ഇങ്ങനെ വീഡിയോ കാണാൻ കേട്ടാ. പിന്നെ ഒറ്റ കാര്യം സ്ത്രീകളോട് ഉമ്മമാരും പറയാൻ പറ്റുന്നതാണ്, നമ്മൾ പരിശുദ്ധമായ ഹറമിലേക്കാണ് പോണത്. പറയട്ടെ, 2 മിനിറ്റാ, അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. കൂടുതൽ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധമായ ഹറം എന്നല്ലേ. ആ ഹറമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായ ഇസ്ലാമിക വേഷമാണ്. അള്ളാഹ് റസൂലിന്റെ ഇഷ്ടത്തിന് വേണ്ടി പോണത്. അപ്പൊ അള്ളാഹ് റസൂൽ ഇഷ്ടപ്പെട്ട കോലത്തിൽ പോകണ്ടേ, ശരിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാർ കണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതായത് നിഖാബ് ധരിക്കാം, കയ്യോറ ധരിക്കാം, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. ഇങ്ങോട്ട് പലരും പഠിച്ചപ്പോൾ നിങ്ങൾ പുതിയാപ്പാറോ ബാക്കിയുള്ള പറയും, ഓ ഇജ്ജപ്പ് വലിയ സൂഫിന്ന്. നമ്മൾ മനസ്സിലാക്കാം, ഞാൻ കഴിഞ്ഞ കാലൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചത്, ഞാൻ ഇനി അള്ളാഹിന്റെ ഹറമൊക്കെ പോകുന്നത്. ഇനിയെങ്കിലും എൻ്റെ ജീവിതം മാറണം, മനസ്സിലായില്ലേ? അതിൻ്റെ അവസരം തന്നാണ്. ഒറ്റ കാര്യം പറയട്ടെ, അള്ളാഹിന്റെ ഹറമിനെ കൂലി അറിയില്ല, അങ്ങോട്ട് ഒരുപാട് കൂലി അറിയില്ലേ? ഏതെങ്കിലും ഒരു പുരുഷൻ നമ്മളെ നോക്കി ഒരു മോശമായ എന്തെങ്കിലും ആഗ്രഹം വന്നു പോയാൽ ഈ 10 ലക്ഷം കൂലിൽ 10 ലക്ഷം കുറ്റം നമുക്ക് കിട്ടും. ആലോചിച്ചു. അതുകൊണ്ട് വിനയത്തോടെ പറയാം, നിഖാബല്ല, അതൊരു സന്തോഷം വേറെയാണ്.